ഹായ്, നമ്മളിത് എടുക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സിൻ്റെ ഒരു സെക്ഷനാണ്. എൽ ഡി സിക്കുള്ള ഫിസിക്സിൻ്റെ സെക്ഷൻ എടുക്കാൻ പോകുന്നത്. നമുക്കറിയാം എൽ ഡി സിക്ക് ഫിസിക്സിന് 3 മാർക്കേ ആകെ ഉള്ളൂ. പക്ഷെ ആ സിലബസ് എന്ന് പറയുമ്പോൾ ഇച്ചിരി വലുതാണ് കേട്ടോ. പക്ഷേ യൂണിറ്റ് ടൈം മെഷർമെന്റ് ഇതോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് എവിടെയാണ് വർക്ക് എനർജി പവറിലാണ് പറഞ്ഞ സിലബസ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഫിസിക്സ് പഠിക്കുമ്പോൾ ആവശ്യമുള്ള സംഭവം മാത്രം പഠിക്കുക. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ഈ ഫിസിക്സ് ഒക്കെ ഇച്ചിരി പാടായിരിക്കും. ഞാൻ പറഞ്ഞ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് അല്ലെങ്കിൽ +1 +2 സയൻസ് പഠിച്ചവർ അല്ലെങ്കിൽ എന്താണ് ഡിഗ്രി ഒക്കെ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചതാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫിസിക്സിന്റെ ടോപ്പിക്സ് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമായിരിക്കും. നമുക്ക് ഒരു ദിവസം പോലും വേണ്ട പറഞ്ഞ ഫുൾ സംഭവം കവർ ചെയ്യാനേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, ഇത് നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുടെ ക്ലാസ് ആണ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം പഠിക്കുക. കാര്യം ആ സിലബസിനകത്ത് എന്ന് പറയുമ്പോൾ 3 മാർക്കിന് വേണ്ടി അത്രയും വാരി വലിച്ച് പഠിച്ചാൽ എല്ലാം കൂടെ മറന്നു പോകും. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് മാത്രം പഠിക്കുക. നമുക്കൊരു 3 ദിവസം ഒരു 3 ദിവസത്തെ ക്ലാസ് കൊണ്ടിട്ട് ആ ഫിസിക്സ് ആൻഡ് ടോപ്പിക്സ് ഫുൾ കവർ ചെയ്യാം കേട്ടോ. അത്രേ ഉള്ളൂ സംഭവം, നോക്കിയിരിക്കുക. പിന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ സിലബസ് നോക്കിയാൽ എന്നാന്ന് പറയുമ്പോൾ ഫോഴ്സസ് എന്നൊരു സെക്ഷൻ, അത് ഫ്രിക്ഷണൽ ഫോഴ്സ് എടുക്കത്തില്ല. പക്ഷെ അതിനകത്ത് ബാക്കിയുള്ള ലിക്വിഡ് ഫോഴ്സസ് കുറേ എണ്ണം ഉണ്ട്, അതെടുക്കും. ആ ലിക്വിഡ് ഫോഴ്സിന്റെ ആണ് ബാക്കിയുള്ള ആ ഒരു സിലബസിനകത്തുള്ള ഫോഴ്സിന്റെ ബാക്കി ഫുൾ പോർഷൻ. പിന്നെന്ന് പറയുമ്പോൾ ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ ഉണ്ട്, ആ ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഒരു സെക്ഷന്. അപ്പൊ അതെല്ലാം ആ സിലബസ് ഉള്ളതാണ്, അത്ര എടുക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇതെല്ലാം എന്തുണ്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 10th ലെവൽ വരെയുള്ള ടെക്സ്റ്റ് ബുക്സ് എന്താ ഉള്ളതാണ്. അതല്ലാതെ ഈ ഗ്രാവിറ്റേഷനകത്ത് പറഞ്ഞിരിക്കുന്ന കുറെ അഡീഷണൽ പോയിന്റ്സ്, സെൻട്രിപിറ്റൽ ഫോഴ്സ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒന്നും ഈ പറഞ്ഞ ടെക്സ്റ്റിനകത്തുള്ള ചാപ്റ്ററിനകത്തില്ല. അത് +1 +2 ഉള്ള കേട്ടോ. അപ്പൊ നമുക്ക് അതൊരു എസ്കേപ്പ് വെലോസിറ്റി എന്താണ് എന്നുള്ള സംഭവങ്ങളൊക്കെ ഇംഗ്ലീഷിലെ ടെക്സ്റ്റ് വായിക്കുന്ന ആയിരിക്കും ബെറ്റർ. കാര്യം മലയാളത്തിലെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മലയാളം വായിച്ച് ആക്ച്വലി മലയാളം വായന നിർത്താത്തവരാണെങ്കിൽ ഇഷ്യൂ കാണത്തില്ല. നമ്മൾ സ്കൂൾ വരെ കഴിഞ്ഞിട്ട് മലയാളം വായിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് വായിച്ചിട്ട് ആ മലയാളത്തിലുള്ള അതിൻ്റെ ഓരോ വേർഡിൻ്റെ കറസ്പോണ്ടിങ് വാക്ക് മാത്രം പഠിക്കണം. അതായിരിക്കും എളുപ്പം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കിയാൽ നമുക്ക് ആദ്യം ഇതിനകത്തുള്ളത് എന്താണ്? പ്ലവക്ഷമ ബലം എന്നൊരു സംഭവം ഉണ്ട്. എന്താണ് പ്ലവക്ഷമ ബലം എന്നൊരു സംഭവം എന്ന് പറയുന്നത് എന്താണ്? ഇതിന് ഇംഗ്ലീഷ് എന്താണ്? നമ്മുടെ ബോയൻ ഫോഴ്സ് ആണ് കേട്ടോ. ബോയന്റ് ഫോഴ്സിനെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. എന്താണ് പ്ലവക്ഷമ ബലം എന്ന് പഠിക്കുക, അതാണ് ഫസ്റ്റ് ഉള്ള സംഭവം. പിന്നുള്ളത് ആർക്കിമിഡീസിന്റെ പ്രിൻസിപ്പിൾ ആണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ് അടുത്തെന്ന് പറയുമ്പോഴത്തേക്കിന്. പിന്നുള്ളത് പാസ്കൽ നിയമമാണ്. പാസ്കൽ ലോ ആണ് അടുത്തൊരു സംഭവം. പിന്നെ ഇത് പഠിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലവനമാണ് കേട്ടോ. പ്ലവന തത്വമാണ്. ഫ്ലോട്ടേഷന്റെ പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്. അത് കൂടാതെ നമുക്ക് ഇതിനകത്തുള്ളത് വിസ്കോസിറ്റി ഫോഴ്സ് ഒക്കെ അതിന്റെ വിസ്കോസിറ്റിയുടെ കേസ് പഠിക്കാനുണ്ട്. വിസ്കോസിറ്റിയുടെ ഇംഗ്ലീഷ് മലയാളം അത് തന്നെയാണ്. വിസ്കോസിറ്റി തന്നെയാണ് ടെക്സ്റ്റിനകത്തുള്ളത്. പിന്നെയുള്ളത് റിലേറ്റീവ് ഡെൻസിറ്റി എന്നൊരു സാധനമുണ്ട്. ആപേക്ഷിക സാന്ദ്രത, റിലേറ്റീവ് ഡെൻസിറ്റി, ആപേക്ഷിക സാന്ദ്രതയുടെ ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ക്യാപ്പിലറി ഫോഴ്സ് എന്ന സംഭവം ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ആ പറഞ്ഞ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്ന് കറക്റ്റ് ആണ്. ഞാൻ കറക്റ്റ് പറയുന്ന ഡെഫിനേഷൻ കറക്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ അതായത് ഈ കൂടുതലൊന്നും ഇതിനകത്ത് പോകണം. അപ്പൊ നോക്കി, ഈ പറഞ്ഞ പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻ ഫോഴ്സ് എന്ന് പറയാൻ എന്താണെന്ന് അറിയുമോ? നിങ്ങളൊരു ഒബ്ജക്റ്റ് എടുത്ത് അതിനെ വെള്ളത്തിൽ മുക്കി. നമ്മളൊരു ഒബ്ജക്റ്റിനെ വെള്ളത്തിൽ പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കൈ വെള്ളത്തിൽ മുക്കി എന്താ തോന്നുന്നത്? കണ്ടിട്ടുണ്ടോ? നമുക്ക് ഇവിടുന്ന് മേളിലോട്ടൊരു ഫോഴ്സ് വരുന്ന പോലെ തോന്നത്തില്ലേ? അപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ വെള്ളത്തിൽ പാർഷ്യലിയോ ഫുള്ളിയോ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ഈ വെള്ളം ഈ വസ്തുവിനെ മേപ്പോട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ള പ്ലവക്ഷമ ബലം. തെറ്റിക്കരുത്, ക്ലിയർ ആണ്. അതാണ് ഈ പറഞ്ഞ ബോയൻ ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. എന്താണ്? ഒരു വസ്തു നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് ഇമ്മേഴ്സ് ചെയ്യുമ്പോഴത്തേക്കിന് ഈ വാട്ടർ ഈ വസ്തുവിനെ മേളിലോട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇത് ബോയൻ ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. തെറ്റിക്കരുത്, ഇതാണ് പ്ലവക്ഷമ ബലം. അപ്പൊ എന്താണ് ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വസ്തുവിനെ എന്താണ് അതിപ്പോ പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തു അനുഭവപ്പെടുന്ന ബോയൻ ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ ആ വസ്തു ആദേശം ചെയ്ത ലിക്വിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നതാണ് എന്ത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ക്ലിയർ ആണല്ലോ? വെച്ചാൽ ആ ബോയൻ ഫോഴ്സും ഈ വസ്തു ഡിസ്പ്ലേസ് ചെയ്ത് പോകുന്ന നമ്മളിപ്പോൾ ഒരു സാധനം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത്രയും വെള്ളം കവിഞ്ഞൊഴുകി പോകത്തില്ലേ? അപ്പൊ എന്തുമാത്രം വാട്ടറാണ് അത് ഡിസ്പ്ലേസ് ചെയ്ത് ആ വാട്ടറിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും എന്ത്? ഈ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബോയൻ ഫോഴ്സ്. അതാണ് ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, ഈ സാന്ദ്രതയ്ക്കും വ്യാപ്തത്തിനും എന്ത് റിലേഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള പ്ലവക്ഷമ ബലത്തിനെന്ന് അറിയണം. ഓർത്തിരിക്കുക, ഡെൻസിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ പ്ലവക്ഷമ ബലം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വ്യാപ്തം കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? പ്ലവക്ഷമ ബലം കൂടുതലായിരിക്കും. അപ്പൊ എന്താണ് ഈ വ്യാപ്തവും
ഡെൻസിറ്റിയും പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻ ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. നമ്മളിപ്പോൾ പറയുകയാണ് വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണ്? വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണ്? 1000 kg/m³ ആണ് അല്ലെ. ഈ പറഞ്ഞിട്ടുള്ള വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണ്? 1000 kg/m³ ആണ്. മണ്ണെണ്ണയുടെ ഡെൻസിറ്റി എത്രയാണ്? 810 kg/m³ ആണ് നമ്മുടെ മണ്ണെണ്ണയുടെ ഡെൻസിറ്റി. അപ്പൊ നോക്കിയാൽ ഡെൻസർ ആയിട്ടുള്ളത് വാട്ടർ ആണ്, ഡെൻസിറ്റി കുറഞ്ഞത് എന്താണ്? നമ്മുടെ മണ്ണെണ്ണയാണെന്ന് ഓർത്തിരിക്കുക. അപ്പം നമ്മളിപ്പോ രണ്ട് ലിക്വിഡ് മിക്സ് ചെയ്താൽ ഡെൻസിറ്റി കുറഞ്ഞ സംഭവമായിരിക്കും എപ്പോഴും ഫ്ലോട്ട് ചെയ്യുന്ന ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മണ്ണെണ്ണ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത് അത് പൊങ്ങിക്കിടക്കുന്നത്. ഓർത്തിരിക്കുക എന്താണ്? മണ്ണെണ്ണയുടെ ഡെൻസിറ്റി 810 kg/m³ ആണ്. ടെക്സ്റ്റ് ഉള്ളതാണ്. വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണ്? 1000 kg/m³ ആണെന്ന് ആലോചിച്ചിരിക്കണം. നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ സാന്ദ്രതയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻ ഫോഴ്സ്. അപ്പൊ സാന്ദ്രത കൂടിയാൽ ഈ പറഞ്ഞിട്ടുള്ള ബോയൻ ഫോഴ്സ് കൂടും, സാന്ദ്രത കുറഞ്ഞാൽ ബോയൻ ഫോഴ്സ് കുറയുമെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെയാണ് ഈ വ്യാപ്തം അല്ലെങ്കിൽ വോളിയത്തിന്റെ കേസ് വരുന്നത്. വോളിയം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ പ്ലവക്ഷമ ബലം കൂടുതലായിരിക്കും. വോളിയം കുറഞ്ഞാൽ എന്താണ്? പ്ലവക്ഷമ ബലം വോളിയം കുറഞ്ഞാൽ പ്ലവക്ഷമ ബലം കുറവായിരിക്കും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഈ പറഞ്ഞ സാന്ദ്രതയും വ്യാപ്തവും എന്തിന്? ബോയൻ ഫോഴ്സിന്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഇതിന്റെ ഡെൻസിറ്റി കാണാൻ പഠിക്കുക കേട്ടോ. അതുപോലെ സോൾട്ടിന്റെ ഡെൻസിറ്റി 1025 kg/m³ ആണ്. എന്താണ് സോൾട്ടിന്റെ ഡെൻസിറ്റി? എന്താണ്? 1025 kg/m³ ആണ് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ ആർക്കോമെട്രിക് പ്രിൻസിപ്പിൾ മനസ്സിലായി, പ്ലവക്ഷമ ബലം മനസ്സിലായി അല്ലെ? ഇത് നോക്കിക്കോളൂ. ഈ പറഞ്ഞിട്ടുള്ള സാന്ദ്രത റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്നുള്ള സംഭവം അല്ലെ. റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയും. എന്താണ്? റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എന്നാണ്. ഇത്രയുള്ള സംഭവം ഒരു ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ അത് വാട്ടറിന്റെ ഡെൻസിറ്റി. അതാണ് റിലേറ്റീവ് ഡെൻസിറ്റി പറയാൻ വെച്ചാൽ ഒരു ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി നമ്മൾ വാട്ടറിന്റെ ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് എന്ത്? റിലേറ്റീവ് ഡെൻസിറ്റി എന്നുള്ള സംഭവം. അപ്പൊ നോക്കി എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഡെൻസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നാണ്. ഒരു വസ്തുവിന്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ സാന്ദ്രത എന്നുള്ളതാണ് ഇത് നമ്മുടെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ അല്ലെ? എന്താണ്? ഒരു വസ്തുവിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രതയെ നമ്മൾ ആ വാട്ടറിന്റെ സാന്ദ്രതയുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് എന്ത്? റിലേറ്റീവ് ഡെൻസിറ്റി എന്നുള്ള സംഭവം. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സോൾട്ട്? സോൾട്ടിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി ആവശ്യം എന്താ ചെയ്യേണ്ടത്? ഇത്രയേ ഉള്ളൂ. എന്താണ് സോൾട്ടിന്റെ ഡെൻസിറ്റി? എത്താണ്? 1025 ആണ് അല്ലെ? 1025 ആണ് സോൾട്ടിന്റെ ഡെൻസിറ്റി. അതേ ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക? വാട്ടറിന്റെ ഡെൻസിറ്റി ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും ഇതിനകത്ത്? 1.025 ആണ് എന്ത്? നമ്മുടെ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സോൾട്ട്. മനസ്സിലായോ? മനസ്സിലായി? ഇങ്ങനെയാണ് റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പൊ പറഞ്ഞ മണ്ണിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്തായിരിക്കും? കെറോസിന്റെ എത്ര വരുന്നത്? ഇത് 810 ഡിവൈഡ് ബൈ 1000 എത്രയാണ്? 0.81 ആണ് ഈ പറഞ്ഞിട്ടുള്ള മണ്ണെണ്ണയുടെ റിലേറ്റീവ് ഡെൻസിറ്റി. ക്ലിയർ ആണ്? അപ്പൊ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എന്നുള്ള സംഭവം. ഇതിന്റെയൊക്കെ വാല്യൂ ഇത് കാണാൻ പഠിക്കണം. ഇതിന്റെ വാല്യൂ മാത്രം കാണാൻ പഠിച്ചാൽ മതി, എന്നിട്ട് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ ചോദിച്ചാലേ. അപ്പൊ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള റിലേറ്റീവ് ഡെൻസിറ്റി എന്നൊരു സംഭവം. ക്ലിയർ അല്ലേ? ഇത് നമ്മൾ ഈ ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവനം എന്താണെന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു വസ്തു ഫ്ലോട്ട് ചെയ്യുന്നത് എന്നറിയണം അല്ലെ? എപ്പോഴായിരിക്കും ഫ്ലോട്ട് ചെയ്യുന്നത്? ഇത്രയുള്ള സംഭവം ഓർത്തിരിക്കുക. ഫ്ലോട്ട് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ അറിയോ? നമ്മൾ ഈ ഇടുന്ന ഒബ്ജക്റ്റിന്റെ വെയിറ്റ് ബോയൻ ഫോഴ്സിന് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ എന്താണ്? ഈ നമ്മളിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു കാർഡ്ബോർഡിനെ പെട്ടി എടുത്ത് എവിടെ ഇടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു കാർഡ്ബോർഡിന് ചെറിയൊരു പെട്ടി എടുത്ത് വെള്ളത്തിന് മണ്ട കിട്ടാൽ എന്താ ചെയ്യുന്നത്? ഇത് ഫ്ലോട്ട് ചെയ്യല്ലേ ചെയ്യും, താന്നു പോകത്തില്ലല്ലോ അത് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞേ? ആ ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് ഈ പറഞ്ഞ ബോയൻ ഫോഴ്സിന് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ പറഞ്ഞിട്ടുള്ള സാധനം ഫ്ലോട്ട് ചെയ്യും. അപ്പൊ ഈ ബോയൻ അതൊരു ഡെഫിനേഷൻ ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം? ഈ പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റിന്റെ വെയിറ്റ് ഈ വസ്തു ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിന്റെ വെയിറ്റിന് ഈക്വൽ ആണ്. അതുതന്നെയാണ് ഈ ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വാട്ടർ ഡിസ്പ്ലേസ് ആയി അതിന്റെ വെയിറ്റ് ആണ് ബോയൻ ഫോഴ്സ് എന്ന് ഓൾറെഡി ആർക്കിമിഡീസ് പറഞ്ഞതാണ്. അപ്പൊ ഫ്ലോട്ട് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ഒരു വസ്തുവിന്റെ വെയിറ്റ് ഒന്നുകിൽ അതിന്റെ ബോയൻ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തോ പറയാം, ആ വസ്തുവിന്റെ വെയിറ്റ് എന്തിന് ഈക്വൽ ആണ്? ആ വസ്തു ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിന്റെ വെയിറ്റിന് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞ വസ്തു ഫ്ലോട്ട് ചെയ്യും അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കും. ഇനി ഈ വസ്തു സിങ്ക് ആയി പോകാനുള്ളത് എപ്പോഴാണ് ഫുള്ളായിട്ട് താന്നു പോകുന്നത് എപ്പോഴാണെന്ന് അറിയോ? ഈ പറഞ്ഞ വസ്തുവിന്റെ വോളിയം അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തം എന്തിന് ഈക്വൽ ആകുകയാണ്? ആ വസ്തു ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിന്റെ വോളിയത്തിന് ഈക്വൽ ആണെങ്കിൽ എന്ത് പറ്റും? ആ വസ്തു സിങ്ക് ആയി പോകും. ക്ലിയർ ആണോ? ഇനിയാണ് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് പാസ്കൽസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്കൽസ് ലോ എന്താണ്? നമ്മളൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ, ഒരു കണ്ടെയ്നറിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു
പാത്രത്തിനകത്ത് നിങ്ങൾ വെള്ളം എടുത്താൽ, പാത്രത്തിനകത്ത് വെള്ളം എടുത്തിട്ട് നിങ്ങൾ ആ വെള്ളത്തിൽ ഒരു സൈഡിൽ നിങ്ങൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇവിടെ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ക്ലോസ്ഡ് കണ്ടെയ്നർ ആണെന്ന് ആലോചിച്ചോണേ. അപ്പോൾ ഒരു സൈഡിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്താണ്, ഈ പറഞ്ഞ വെള്ളത്തിൽ യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞുള്ള പാസ്കൽ നിയമം. തെറ്റിക്കരുത്. ഒരു ക്ലോസ്ഡ് ഒരു കണ്ടെയ്നറിൽ വെള്ളം എടുത്താൽ അല്ലെങ്കിൽ കണ്ടെയ്നറിൽ ഒരു ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ ആ ലിക്വിഡിന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് അതെന്താണ്, യൂണിഫോം ആണ് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടാണ് ഈ വാട്ടറിൽ ഡിസ്ട്രിബ്യൂട്ട് ആകുന്നത്. അതാണ് എന്ത്, പാസ്കൽ നിയമം. തെറ്റിക്കരുത്. അതാണ് ഈ പാസ്കൽ നിയമം ഓർത്തിരിക്കുക. അപ്പോൾ ജസ്റ്റ് ഓർത്തോണം ഈ പറഞ്ഞ സംഭവം ഒരു കണ്ടെയ്നറിൽ ഇരിക്കണം എന്ന് ആലോചിക്കുക കേട്ടോ. നമ്മുടെ ടാങ്കിനകത്തൊക്കെ ഉള്ള വെള്ളം അതായത് നമ്മളിങ്ങനെ ഒഴിക്കുക എന്താണ് ജസ്റ്റ് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവം ത്രൂ ഔട്ട് ഒരുപോലെ ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ആകുന്നത്. അതാണ് ഈ പറഞ്ഞിട്ടുള്ള പാസ്കൽ നിയമം എന്നുള്ള സംഭവം. ക്ലിയർ അല്ലേ? നോക്കൂ, ഈ പാസ്കൽ നിയമം വെച്ച് വർക്ക് ചെയ്യുന്ന കുറെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതിന് എക്സാമ്പിൾ പാസ്കൽ നിയമത്തിൽ വർക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ് എന്ത്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റ്, അതുപോലെ ഹൈഡ്രോളിക് ജാക്ക്, അതറിയാലോ, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഇതെല്ലാം എന്ത് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള പാസ്കൽ നിയമം വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ് നമ്മുടെ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്. ഹൈഡ്രോളിക് ജാക്ക് ഒക്കെ അറിയാലോ, നമ്മൾ വണ്ടി കഴുകാൻ കൊണ്ടുപോകുമ്പോൾ സംഭവം കിളത്തി വരുന്ന സംഭവം ഉണ്ട്. അതാണ് ഈ ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറഞ്ഞാൽ. ഹൈഡ്രോളിക് ജാക്ക് ഉണ്ട്, ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ട്, ഹൈഡ്രോളിക് ബ്രേക്ക് ഉണ്ട്. ഇതെല്ലാം പാസ്കൽ നിയമം വഴി വർക്ക് ചെയ്യുന്നതാണെന്ന് ഓർത്തിരിക്കുക. അവിടെ ചോദിക്കാം ഇതിൽ ഏതൊക്കെയാണ് പാസ്കൽ നിയമം വഴി പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള, ഞാൻ പറഞ്ഞു പാസ്കൽ നിയമം പറയുമ്പോഴത്തേക്കും ഹൈഡ്രോളിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പമ്പ്, ഇതെല്ലാം എന്ന് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള പാസ്കൽ നിയമത്തിന്റെ എക്സാമ്പിൾ ആണ് നോക്കിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് പാസ്കൽ നിയമം എന്ന് പറഞ്ഞാൽ, ഒരു കണ്ടെയ്നർ, ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ ഇരിക്കുന്ന കണ്ടെയ്നറിൽ ക്ലോസ്ഡ് സർഫസിലാണ് ഒരു ലിക്വിഡ് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ലിക്വിഡിനെ ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്ന പ്രഷർ ആ ലിക്വിഡിൽ ഈക്വൽ ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ആകുന്നത് എന്ന് പറയുന്നതാണ് എന്ത്, പാസ്കൽ നിയമം. ഓർത്തിരിക്കുക. ഈ പാസ്കൽ നിയമ പ്രകാരം നമ്മളിപ്പോൾ പറയുകയാണ് പ്രഷറിന്റെ യൂണിറ്റ് പാസ്കലാണ് കേട്ടോ. പ്രഷറിന്റെ യൂണിറ്റ് നമ്മൾ ഈ പറഞ്ഞ ഇത് വെച്ചിട്ട് പാസ്കലാണ്. അല്ലെങ്കിൽ എന്ത് പറയാം, പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇക്വേഷൻ എന്താണ്, ഫോഴ്സ് പെർ ഏരിയ ആണല്ലേ പ്രഷർ എന്ന് പറഞ്ഞാൽ. ഒരു സ്പെസിഫിക് ഏരിയയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് പ്രഷർ. അപ്പൊ അതനുസരിച്ച് ഇതിന്റെ യൂണിറ്റ് എന്താണ്, ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ ആണ് അല്ലേ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലേ. പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് എന്ത്, ഈ പ്രഷറിന്റെ യൂണിറ്റ് കേട്ടോ. തെറ്റിക്കരുത്. ഫസ്റ്റ് ആ ഫിസിക്സിനകത്തുള്ള ഫിസിക്സ് സിലബസിലെ സ്റ്റാർട്ടിങ് ആ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്നൊരു സംഭവമാണ്. അതിനകത്തുനിന്നാണ് നമ്മൾ ഈ പറഞ്ഞ യൂണിറ്റ്സും മെഷർമെന്റും ഒക്കെ ഡയമെൻഷൻ ഒക്കെ എഴുതാൻ പഠിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ പ്രഷറിന്റെ യൂണിറ്റ് പാസ്കൽ ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം. കാരണം പ്രഷറിന്റെ ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ ആയതുകൊണ്ടാണ്. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് എന്ത്, ഈ പറഞ്ഞിട്ടുള്ള പ്രഷറിന്റെ ഇക്വേഷൻ. അപ്പൊ ഓർത്തിരിക്കുക, ഇനിയാണ് പാസ്കൽ നിയമം വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത്രയുള്ള ഓർത്തിരിക്കുക. നമ്മൾ എന്താ പറഞ്ഞത്, P1 = P2 എന്ന് വെച്ചാൽ ഒരു പ്രഷർ രണ്ടിടത്തും ഈക്വൽ ആണെന്ന രീതിയിലായിരിക്കും ഇതിനകത്ത് ആൻസർ വരുന്നത്. അപ്പൊ P1 = P2 എന്നായിരിക്കും. അതുകൊണ്ട് എന്ത് വരും, പ്രഷറിന്റെ ഇക്വേഷൻ ആണ് F1/A1 = F2/A2 എന്നായിരിക്കും ഇതിനകത്ത് ഇക്വേഷൻ വരുന്നത്. ഒന്നുമില്ല, ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർക്ക് ടഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതായിരിക്കും അറിയിക്കണം. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്നില്ല, കാര്യം സിലബസിനകത്ത് വർക്ക് എനർജി പവറിനകത്തുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലത്തെ നെക്സ്റ്റ് വൺ ആണ് എന്ത്, വിസ്കോസിറ്റി എന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. വിസ്കോസിറ്റി എന്നൊരു സംഭവം. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിപ്പോ തേൻ എടുക്കുക, തേനും വെള്ളവും എടുത്താൽ ആരായിരിക്കും പെട്ടെന്ന് ഒഴുകിപ്പോകുന്നത്? നമ്മളൊരു സർഫസിൽ ഇങ്ങനെ തേനും വെള്ളവും വെച്ചാൽ ആരാണ് പെട്ടെന്ന് ഒഴുകിപ്പോകുന്നത്? വെള്ളമാണ്. കാര്യം തേൻ പതുക്കെ ഉരുണ്ടുരുണ്ടേ വരത്തുള്ളൂ അല്ലേ. അതിന് റീസൺ എന്താണ്, ഈ വിസ്കോസിറ്റി എന്നൊരു സംഭവം കാരണമാണ്. വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ലിക്വിഡ് എന്ന് പറയുമ്പോൾ പല പല ലെയർ കാണുമല്ലോ അല്ലെ, നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ലിക്വിഡിനകത്ത് പല പല ലെയർ കാണും അല്ലേ. അപ്പൊ ഈ ലിക്വിഡിന്റെ ഓരോ ലെയറും തമ്മിലുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വെച്ചാൽ ഈ ലിക്വിഡിന്റെ ലെയർ തമ്മിൽ മൂവ് ചെയ്യുന്നതിന് കാണിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള തേനിന് എന്താണ്, നമ്മുടെ ഈ ഹണി ജാം അതിനൊക്കെ എന്താണ്, വിസ്കോസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് മൂവ് ചെയ്യാത്തത്. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത് വിസ്കോസിറ്റി ആണ് കേട്ടോ. അപ്പൊ ഓർത്തിരിക്കുക, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്, വിസ്കോസിറ്റി ആണ്. അപ്പൊ എന്താണ് ഈ പറഞ്ഞ ലിക്വിഡിന്റെ ലെയേഴ്സ് തമ്മിൽ ഉള്ളൊരു റെസിസ്റ്റൻസ് ആണ് എന്ത് പറയുന്നത്, നമ്മൾ വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ലെയേഴ്സ് തമ്മിലുള്ള ഒരു റെസിസ്റ്റൻസിനെയാണ് നമ്മൾ വിസ്കസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്നാണ് ഈ പറഞ്ഞിട്ടുള്ള വിസ്കോസിറ്റി വിളിക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു സംഭവം കാണിച്ചിട്ട് അപ്പോൾ ഞാൻ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഈ പറഞ്ഞൊരു കണ്ടെയ്നറിനകത്തൂടെ
ഒരു ലിക്വിഡ് മൂവ് ചെയ്യുന്നതായിരിക്കുക, ഒരു വിസ്കസ് ലിക്വിഡ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ, അതിനെ തന്നെ ഈ ഒരു സെക്ഷൻസിൽ നമ്മൾ ഓർത്തിരിക്കുന്നത് ഇങ്ങനെ പോകുന്നതാണ് ഈ സംഭവം. അപ്പൊ ഈ പറഞ്ഞ കണ്ടെയ്നറിന്റെ സർഫസിന് അടുത്ത് വരുമ്പോൾ അതിന്റെ റിലേറ്റീവ് വെലോസിറ്റി എന്താണ് വളരെ കുറവായിരുന്നു. ഓർത്തിരിക്കുക, എന്താണ് ഞാൻ പറഞ്ഞ ഈ ലെയർ തമ്മിൽ ഓൾറെഡി റെസിസ്റ്റൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞൊരു കണ്ടെയ്നറിനകത്തൂടെ ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോൾ ഈ കണ്ടെയ്നറിന്റെ സർഫസിൽ ഈ ഒരു ലെയർ, ഈ ഒരു സെക്ഷൻ, ഈ രണ്ട് സെക്ഷൻസിലോട്ടൊക്കെ വരുമ്പോൾ ഉള്ള ഈ ലിക്വിഡിന്റെ റിലേറ്റീവ് വെലോസിറ്റി എന്തായിരിക്കും അറിയാമോ, വളരെ കുറവായിരിക്കും. ഓർത്തിരിക്കുക, അല്ലെങ്കിൽ 0 വരെ ആകുന്ന കേസസ് ഉണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഇതിന്റെ സെന്ററിലൂടെ പോകുന്ന ഈ ഒരു പോർഷൻ ആയിരിക്കും വെലോസിറ്റി കൂടുതൽ. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇത് വിസ്കസ് ഫോഴ്സ് പറയുമ്പോൾ പറയേണ്ടതാണ്. ഓർത്തിരിക്കുക, എന്താണ് നമ്മൾ ഒരു ഫ്ലൂയിഡ് ഒരു സർഫസിൽ കൂടെ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ കൂടി ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ആ കോണ്ടാക്റ്റിൽ വരുന്ന ആ സർഫസ്, അവിടെ ഉള്ള ആ ഫ്ലൂയിഡിന്റെ ലെയറിന്റെ വെലോസിറ്റി എന്തായിരിക്കും, വളരെ കുറവായിരിക്കും കേട്ടോ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഹണി എന്ന് പറഞ്ഞാൽ, ഹണി, നമ്മുടെ ജാം, അതുപോലെ ബട്ടർ, അതൊക്കെ എന്താണ് വിസ്കസ് ഫ്ലൂയിഡ്സിന് എക്സാമ്പിൾ ആണ്. എന്താണ് വിസ്കസ് ഫ്ലൂയിഡിന്റെ എക്സാമ്പിൾ ആണ്. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമുക്ക് കാണുമ്പോൾ അറിയാം. പക്ഷേ ഇത് മൂവ് ചെയ്യാൻ പ്രയാസമുള്ള ലിക്വിഡ് എല്ലാം എന്ത് തന്നെയാണ്, ഈ പറഞ്ഞിട്ടുള്ള വിസ്കസ് ലിക്വിഡ്സ് ആണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. നമ്മുടെ വാട്ടർ എന്ന് പറയുമ്പോൾ അത് വിസ്കസ് ലിക്വിഡ് അല്ല. വാട്ടർ, മണ്ണെണ്ണ ഒന്നും എന്തല്ല വിസ്കസ് ലിക്വിഡ് അല്ല. വിസ്കോസിറ്റി കുറവാണ് കേട്ടോ. ക്ലിയർ അല്ലേ? വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ്. എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്നായിരിക്കുക. എല്ലാം ക്ലിയർ അല്ലേ? ഇനി നോക്കി, ഈ പറഞ്ഞ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേര് എന്താണ്? ഹൈഡ്രോമീറ്റർ ആണ് കേട്ടോ. എന്താണ്? ഹൈഡ്രോമീറ്റർ ആണ് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞിട്ടുള്ള റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഇത് നമ്മുടെ ഹൈഡ്രോമീറ്റർ അല്ലേ. നമുക്കറിയാം ലാക്ടോമീറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ലാക്ടോമീറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? പാലിനകത്തുള്ള വെള്ളത്തിന്റെ എമൗണ്ട് അറിയാൻ വേണ്ടിയല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ലാക്ടോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോമീറ്റർ തന്നെയാണ് കേട്ടോ. ലാക്ടോമീറ്ററിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോമീറ്റർ തന്നെയാണ്. ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് ഒബ്ജക്ട് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിന്റെ സാന്ദ്രതയെ നമ്മൾ വാട്ടറിന്റെ ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സംഭവമാണ് എന്ത്? റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു സെക്ഷനകത്ത് അറിയേണ്ടത്. ഇനിയുമാണ് നമ്മൾ ഈ പറഞ്ഞ ക്യാപ്പിലറി ആക്ഷൻ അല്ലെങ്കിൽ ക്യാപ്പിലാരിറ്റി അല്ലെങ്കിൽ കേശീകത്വം എന്ന് പറയും. കേശീകത്വം അല്ലെങ്കിൽ ക്യാപ്പിലാരിറ്റി എന്നൊരു സംഭവമാണ്. എന്താണ് ഈ ക്യാപ്പിലാരിറ്റി? നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പം ഇച്ചിരി ചെറിയ ഹോൾ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, ഇച്ചിരി ഇടുങ്ങിയ ട്യൂബിനകത്തൂടെ ഒക്കെ എന്താണ് ഈ വെള്ളം മേപ്പോട്ടും താപ്പോട്ടും പോകുന്ന ഒരു പ്രതിഭാസം ഉണ്ടല്ലോ, അതാണ് ഈ പറഞ്ഞ കേശീകത്വം അല്ലെങ്കിൽ ക്യാപ്പിലാരിറ്റി എന്നുള്ള സംഭവം. എന്താണ് ഞാൻ മനസ്സിലാവില്ല പറഞ്ഞ എന്താണ്? ചെറിയ ട്യൂബിനകത്തൂടെ അല്ലെങ്കിൽ ഹോളിനകത്തൂടെ ഒക്കെ വെള്ളം മേപ്പോട്ടും താപ്പോട്ടും മൂവ് ചെയ്യും. ആ ഒരു പ്രതിഭാസമാണ് ഈ പറഞ്ഞിട്ടുള്ള കേശീകത്വം അല്ലെങ്കിൽ ക്യാപ്പിലാരിറ്റി എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ ഇതിനകത്ത് പറയുമ്പോഴത്തേക്കിന് രണ്ട് രീതിയിലുള്ള മോഷൻ ഉണ്ട്. ഒന്ന് അപ്വേർഡ് മൂവ്മെന്റും ഉണ്ട്, ഡൗൺവേർഡ് മൂവ്മെന്റും ഉണ്ട്. ക്യാപ്പിലറി റൈസും ഉണ്ട്, ക്യാപ്പിലറി ഡിപ്രഷനും വരുന്നുണ്ട്. അപ്പൊ ഈ ക്യാപ്പിലറി റൈസിനും ക്യാപ്പിലറി ഡിപ്രഷനും ഇത് ഏതാണെങ്കിലും അതിന് കാരണമായ രണ്ട് ടൈപ്പ് ഫോഴ്സ് ഉണ്ട്. അത് അതുപോലെ പഠിക്കുക, തെറ്റിച്ചേക്കരുത്. അഡിസീവ് ഫോഴ്സ് എന്നൊരു സംഭവമാണ്. അഡിസീവ് ഫോഴ്സും ഉണ്ട്, കൊഹസീവ് ഫോഴ്സും ഉണ്ട്. ഇതിന്റെ മലയാളം ഇതിനാണ് കേട്ടോ. അഡിസീവ് ഫോഴ്സും ഉണ്ട്, കൊഹസീവ് ഫോഴ്സും ഉണ്ട്. നോക്കിയിരിക്കുക. ഇനി തെറ്റിക്കരുത്, എന്താണ് അഡിഷൻ, എന്താണ് കൊഹിഷൻ എന്ന് നോക്കിക്കോളൂ. അഡിസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ് അഡിസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഗ്ലാസിനകത്ത് വെള്ളം എടുത്തു കഴിഞ്ഞാൽ എന്താണ് ആ വെള്ളത്തിന് തുള്ളി ആ ഗ്ലാസ് ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ലേ, അതെന്ന് പറയുമ്പോൾ അത് അഡിസീവ് ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. എന്താണ്? രണ്ട് ഡിഫറെന്റ് മോളിക്യൂൾസ്, രണ്ട് ടൈപ്പ് തന്മാത്രകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അഡിസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? അതാണ് ഈ അഡിസീവ് ഫോഴ്സ് ആണ്. ഇപ്പൊ ഇവിടെ തന്നെ നോക്കി, ഈ പറഞ്ഞിട്ടുള്ള ബോർഡിനകത്ത് ഈ ചോക്ക് കൊണ്ട് എഴുതുമ്പോൾ ഇവിടെ ഒട്ടിപ്പിടിക്കുന്നില്ലേ, ആ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ട് ചെയ്യുന്നതാണ് ഇതിനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ അഡിസീവ് ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? ഇനി കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം തന്മാത്രകൾ തമ്മിലുള്ള അട്രാക്ഷൻ ആണ് കൊഹിഷൻ എന്ന് പറഞ്ഞത്. ചില വാട്ടർ മോളിക്യൂൾസ് ഒരുമിച്ചിരിക്കുക, അത് കൊഹസീവ് ഫോഴ്സ് കാരണമാണ്. അപ്പൊ സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ് എന്ത്? നമ്മള് കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ് എന്ത്? അഡിസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. തെറ്റിക്കരുത്. എന്താണ്? സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് എന്ത്? കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഡിഫറെന്റ് മോളിക്യൂൾസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ അത് എന്താണ്? അതാണ് ഈ പറഞ്ഞിട്ടുള്ള അഡിസീവ് ഫോഴ്സ് എന്ന് ഓർത്തിരിക്കുക. ഇനിയും ഇത് രണ്ടിനും ഈ പറഞ്ഞിട്ടുള്ള ക്യാപ്പിലറി ആക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഭവമാണ്.
ഞാൻ പറഞ്ഞു കാപ്പിലറി റൈസ് വരാം, കാപ്പിലറി ഫോൾ വരാം. എന്ന് വെച്ചാൽ ഈ കേശികത്വം എന്ന് പറഞ്ഞാൽ ഒന്നിൽ വെള്ളം മേപ്പോട്ട് ഉയരാം അല്ലെങ്കിൽ വെള്ളം മേപ്പോട്ട് താഴാം. ഇനിയും അത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നോക്കിയേ, ഈ പറഞ്ഞിട്ടുള്ള അഡ്ഹസീവ് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ കൊഹസീവ് ഫോഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? അഡ്ഹസീവ് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ കൊഹസീവ് ഫോഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് വരും? ഇവിടെ കാപ്പിലറി റൈസ് ആണ് ഉണ്ടാകുന്നത്. എന്താണ്? അഡ്ഹസീവ് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ കൊഹസീവ് ഫോഴ്സ്. എന്താണ്? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ചെറിയ ട്യൂബിനകത്ത് വെള്ളം എടുക്കുകയാണ്. അപ്പൊ അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാട്ടറിന്റെ മോളിക്യൂളും ഈ ട്യൂബിന്റെ ആ ഗ്ലാസ് ട്യൂബിന്റെ മോളിക്യൂളും തമ്മിലുള്ള അട്രാക്ഷൻ ആണ് അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ ഗ്ലാസ് ആ മെറ്റീരിയലിലെ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, അതൊരു അഡ്ഹസീവ് ഫോഴ്സ്, കൊഹസീവ് ഫോഴ്സ് ആണ്. അതുപോലെ തന്നെ ഈ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ എന്താണ്? കൊഹസീവ് ഫോഴ്സ് ആണ്. അപ്പൊ ഞാൻ പറയാണ്, കാപ്പിലറി റൈസ് വരണം എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ട്യൂബിനകത്ത് വെള്ളം മേപ്പോട്ട് കയറണം എന്നുള്ള എന്താണ് കണ്ടീഷൻ? അഡ്ഹസീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഗ്ലാസും ഈ പറഞ്ഞ വെള്ളവും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കണം. അപ്പോഴാണ് ഇത് കിളരുന്നത്. ക്ലിയർ ആണോ? ഈ ഗ്ലാസും വെള്ളവും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? കാപ്പിലറി റൈസ് അല്ലെങ്കിൽ വെള്ളം കിളരുന്നത്. അപ്പൊ അതാണ് ഈ പറഞ്ഞിട്ടുള്ള അഡ്ഹസീവ് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ കൊഹസീവ് ഫോഴ്സ് ആണെങ്കിൽ എന്താണ്? കാപ്പിലറി റൈസ് ആണ്, കേശിക ഉയർച്ചയാണ് ഉണ്ടാകുന്നത്. നേരെ തിരിച്ച് കൊഹസീവ് ഫോഴ്സ് ആണ് കൂടുതലെങ്കിൽ എന്ന് വെച്ചാൽ ഈ സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ എന്താണ്? അത് കാപ്പിലറി എന്താണ്? ഡിപ്രഷൻ, കാപ്പിലറി ഫോൾ അല്ലെങ്കിൽ കേശിക താഴ്ചയാണെന്ന് നോക്കിയിരിക്കുക. ഒരെണ്ണം മാത്രം പഠിക്കുക, മറ്റേതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് പഠിച്ചോളും കേട്ടോ. അപ്പൊ എന്താണ്? അഡ്ഹസീവ് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ കൊഹസീവ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ കാപ്പിലറി റൈസ് ആണ് അല്ലെങ്കിൽ കേശിക ഉയർച്ചയാണെന്ന് നോക്കിയിരിക്കുക. നേരെ തിരിച്ചു വന്നാൽ എന്താണ്? കേശിക താഴ്ചയാണെന്ന് നോക്കിയിരിക്കുക. മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ അതാണ് ഈ പറഞ്ഞിട്ടുള്ള അഡിഷൻ ആൻഡ് കൊഹിഷൻ എന്നുള്ള സംഭവം. ക്ലിയർ അല്ലേ? നമ്മൾ ഈ പറഞ്ഞ ട്യൂബിന്റെ വോളിയം കുറവാണ് എന്നുണ്ടെങ്കിൽ, കുഞ്ഞു ട്യൂബ് ആണെങ്കിൽ കാപ്പിലറി റൈസ് കൂടുതലായിരിക്കുമേ. നോക്കി ഈ പറഞ്ഞ സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതല ബലം എന്ന് പറയുന്ന സംഭവം എന്താണ്? ഓർത്തിരിക്കുക. ഇതിന്റെ എക്സാമ്പിൾസ് എന്താ ഞാൻ പറഞ്ഞു? നമ്മുടെ ആ വാട്ടർ മോളിക്യൂളിന്റെ ഷേപ്പ് ഉണ്ടല്ലോ, ഗോൾ പോലെ വരുന്നത്, അത് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഇലയുടെ മണ്ടയ്ക്കിരിക്കുന്ന വെള്ളത്തുള്ളി, അതൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ നമ്മുടെ എന്താണ് ലിക്വിഡിന്റെ മണ്ടയ്ക്ക്, വാട്ടറിന്റെ മണ്ടയ്ക്ക് ഫ്ലോട്ട് ചെയ്യുന്ന ഇൻസെക്ഷനെ കണ്ടിട്ടുണ്ടോ? അതും ഈ പറഞ്ഞിട്ടുള്ള സർഫസ് ടെൻഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. എന്താ സംഭവം? നിങ്ങൾ ഓർത്തിരിക്കുക. ഈ പറഞ്ഞ വെള്ളം ഉണ്ടല്ലോ, വെള്ളത്തിന് സെയിം മോളിക്യൂൾസ് നമ്മൾ അട്രാക്ഷൻ ആകുന്ന പേരെന്താണ്? കൊഹസീവ് ഫോഴ്സ് ആണ് അല്ലെ? അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള വെള്ളത്തിന്റെ മോളിക്യൂൾസിന്റെ കൊഹസീവ് ഫോഴ്സ് ഭയങ്കര കൂടുതലാകുന്ന കാരണം എന്തുവെന്നറിയോ? അതിന്റെ ആ അകത്തുള്ള മോളിക്യൂൾസ് വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന കാരണം എന്ത് ചെയ്യാൻ ഒക്കത്തില്ല? എക്സ്റ്റേണൽ ഫോഴ്സസിന് ഈ പറഞ്ഞ കൊഹസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ ഒരു കണ്ടീഷൻ വരും. അപ്പൊ എന്ത് പറ്റുന്നറിയോ? ഈ വാട്ടറിന്റെ സർഫസ് ഒരു നല്ല പാട പോലെ വരും. മനസ്സിലായി? എന്നിട്ട് സ്ട്രെച്ചബിൾ എന്നൊരു ഫോമാറ്റിലോട്ട് ഈ പറഞ്ഞിട്ടുള്ള വാട്ടറിന്റെ സർഫസ് വരും. അതാണ് ഈ പറഞ്ഞ സർഫസ് ടെൻഷൻ എന്നൊരു സംഭവം. അതല്ലെങ്കിൽ ഇത്രയുള്ള സംഭവം ഈ ഇന്നർ മോളിക്യൂൾസിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായത് കാരണം എക്സ്റ്റേണൽ ഫോഴ്സസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് വരുന്നറിയോ? ഈ ഒരു സംഭവം എന്താണ്? വളരെ ചുരുങ്ങാൻ ശ്രമിക്കും. മനസ്സിലായോ? ഈ പറഞ്ഞ മോളിക്യൂൾസ് എല്ലാം കൂടി അതിന്റെ സർഫസ് ഏരിയ വളരെ കുറയ്ക്കാൻ ശ്രമിക്കും. അതാണ് ഈ പറഞ്ഞ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞ സംഭവം. നിങ്ങളിപ്പോ ടെക്സ്റ്റിലെ ഡെഫിനേഷൻ ഇത്ര ആലോചിച്ചാൽ മതി. കൊഹസീവ് ഫോഴ്സ് കാരണം എന്ത് പറ്റുന്നുണ്ട്? നമ്മുടെ വാട്ടറിന്റെ സർഫസ് എന്താണ്? ഒരു മെമ്പറൈൻ പോലെ വലിയും. മനസ്സിലായോ? അതാണ് ഈ പറഞ്ഞിട്ടുള്ള സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതല ബലം എന്ന് പറയുമ്പോൾ എക്സാമ്പിൾസ് കറക്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള ഫോഴ്സസ് എന്നൊരു സെക്ഷൻ അകത്തുള്ളത്. ഇത്രയേ ഉള്ളൂ. അപ്പൊ നോക്കി, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ലോസ് ഓഫ് മോഷൻ എന്നൊരു സെക്ഷനാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ന്യൂട്ടന്റെ 3 ലോ പഠിക്കണം. അതുപോലെ തന്നെ ചലന സമവാക്യങ്ങളുണ്ട് കേട്ടോ. ചലന സമവാക്യങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ട് ഈ ഓരോന്നിന്റെ. അതിനകത്ത് സ്ലോപ്പ് ഒക്കെ എന്താണ് വരുന്നത് പഠിക്കുക. പിന്നെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ടഫായ ക്വസ്റ്റ്യൻ ചോദിക്കാനാണെങ്കിൽ അവർക്ക് എന്താ പ്രോബ്ലം ചോദിക്കാനുണ്ട്. പ്രോബ്ലംസിന്റെ തോളാണ്. എക്സാമിൽ പ്രോബ്ലംസ് ഞാൻ എടുക്കുന്നില്ല. എളുപ്പമുള്ളതാണ് കേട്ടോ. നമുക്ക് ആ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ കാണാൻ പഠിക്കാനുള്ള പ്രോബ്ലംസേ ഉള്ളൂ, ചെയ്യാന്നുള്ളത് ഒന്നുമില്ല. അത് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഇതിനകത്ത് ആദ്യം അറിയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം മലയാളം അറിയണം കേട്ടോ. അങ്ങനെ ഒരു സംഭവം എടുത്തുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്നൊരു സാധനമുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് മലയാളം പഠിക്കുക. അതുപോലെ വെലോസിറ്റി, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോഴും ഇത് പ്രശ്നമാകും. അതുപോലെ ആക്സിലറേഷന്റെ മലയാളം പഠിക്കുക. ഇത്ര എണ്ണത്തിനെങ്കിലും മലയാളം പഠിക്കുക കേട്ടോ. അപ്പൊ നോക്കിയാൽ നമ്മൾ ഈ പറഞ്ഞ വെലോസിറ്റിയുടെ മലയാളമാണ് പ്രവേഗം എന്നുള്ളത്. വെലോസിറ്റിയുടെ മലയാളമാണ് പ്രവേഗം. ആക്സിലറേഷന്റെ മലയാളമാണ് ത്വരണം. ഞാൻ ഇത് പറയാൻ കാരണം ഇത് നമുക്ക് അറിയാവുന്നതാണ്, പക്ഷെ ഇതിന്റെ മലയാളം അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഒത്തിരിക്കുക വെലോസിറ്റിയുടെ മലയാളമാണ് പ്രവേഗം, ആക്സിലറേഷന്റെ മലയാളം ത്വരണം. ഇനി ഡിസ്പ്ലേസ്മെന്റ് മലയാളമാണ് എന്ത്? സ്ഥാനാന്തരം കേട്ടോ. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാല് ഡിസ്പ്ലേസ്മെന്റ് ആണ്. നോക്കിയിരിക്കുക.
ഇത് തെറ്റിപ്പോകാതിരിക്കുമ്പോൾ ഞാൻ പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഡിസ്പ്ലേസ്മെന്റ് ആണ് സ്ഥാനാന്തരം, പ്രവേഗമാണ് വെലോസിറ്റി. ഓർത്തിരിക്കുക, ആക്സലറേഷൻ ആണ് എന്ത്, ത്വരണം എന്ന് പറയുന്ന സംഭവം. ഇനി ഇവർ താഴോട്ട് ഞാൻ പറഞ്ഞിരിപ്പിക്കുക. നോക്കി, വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗത്തിന്റെ ഇക്വേഷൻ എന്താണ് നോക്കുക. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഞാൻ ഈ ഡി എക്സ് എഴുതുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ. നോക്കി, സ്ഥാനാന്തരം ബൈ സമയമാണ് എന്ത്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം. നമ്മൾ എന്ത് പറയും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രവേഗം എന്ന് വിളിക്കുന്നത്. എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള സമയത്തിനനുസരിച്ചുള്ള സ്ഥാനാന്തരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് വിളിക്കുന്നത്. എന്താണ് വെലോസിറ്റി എന്ന് പറയുന്നത്, എന്താണ്, സ്ഥാനാന്തരം ഭാഗം സമയമാണ് എന്ത്, വെലോസിറ്റി എന്നുള്ള ഇക്വേഷൻ. പിന്നെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ് ഈ പറഞ്ഞിട്ടുള്ള വെലോസിറ്റിയുടെ യൂണിറ്റ്. എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്തിന്റെ യൂണിറ്റ്, വെലോസിറ്റിയുടെ യൂണിറ്റ്. ഇനി ഇതുപോലെ തന്നെ ആക്സലറേഷൻ അല്ലെങ്കിൽ ത്വരണത്തിന്റെ ഇക്വേഷൻ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ആണ് എന്ത്, നമ്മുടെ ആക്സലറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് എന്ത്, നമ്മുടെ ത്വരണം എന്ന് പറയുന്ന സംഭവം. അല്ലെങ്കിൽ എന്താണ് ആക്സലറേഷൻ എന്നുള്ള സംഭവം, എന്താണ്, വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ആണ് എന്ത്, ചേഞ്ച് ഇൻ വെലോസിറ്റി. അതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് കേട്ടോ, ഡി വി ബൈ ഡി ടിന് എഴുതുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒത്തിരി വെലോസിറ്റി ബൈ ടൈം ആണ് ത്വരണം എന്ന് പറഞ്ഞാൽ. യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് അറിഞ്ഞിരിക്കുക. യൂണിറ്റ് മാത്രം പഠിക്കുക. വെലോസിറ്റി ആണ് മീറ്റർ പെർ സെക്കൻഡ് ആണ്, ത്വരണത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ നോക്കിയാൽ എന്താണ്, ചലന സമവാക്യങ്ങളുണ്ട്, 3 എണ്ണം ഉണ്ട്. ചലന സമവാക്യങ്ങളുണ്ട്. ചലന സമവാക്യങ്ങൾ 3 ചലന സമവാക്യങ്ങളുണ്ട്. അത് കാണാൻ പഠിക്കുക. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അറിയാമെന്ന്, സയൻസ് അറിയാവുന്ന കഴിയാൻ അറിയാമെന്ന്. നോക്കി, ഒന്നാം ചലന സമവാക്യം എന്നുള്ളത് എന്താണ്, V is equal to u plus 8 എന്നുള്ള ഇക്വേഷൻ ആണ്. ഇത് ഞാൻ എടുത്ത് പറയാനൊക്കെ കാരണം അത് ടെക്സ്റ്റിനകത്ത് ഉള്ളതാണ്, സിലബസിൽ ഉള്ളതാണ്. ഓർത്തിരിക്കുക, ഇതാണ് ഒന്നാം ചലന സമവാക്യം. എന്താണ്, V is equal to u plus 8 എന്നുള്ളതാണ്. ഇതെന്ന് പറയുമ്പോൾ ഇവിടെ T എന്ന് പറയുന്ന ടൈമാണ്, A എന്ന് പറഞ്ഞാൽ ത്വരണമാണ്, U എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗം, ഇനീഷ്യൽ വെലോസിറ്റി ആണ്, V ആണ് എന്ത്, അന്ത്യപ്രവേഗം എന്നുള്ള സംഭവം. ഇതാണ് ഒന്നാം ചലന നിയമം. ഇത് എന്തിനെ കണക്ട് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ടൈമിനെയും പ്രവേഗത്തിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എന്ത്, നമ്മുടെ ഒന്നാം ചലന നിയമം എന്നുള്ള സംഭവം. എന്താണ്, V is equal to u plus 8 എന്നുള്ളതാണ് എന്ത്, ഒന്നാം ചലന നിയമം. ഇതുപോലെ രണ്ടാം ചലന നിയമമാണ് എന്ത്, ഈ പറഞ്ഞ S is equal to ut plus half at square. കാണാൻ പഠിക്കണമെന്നൊന്നും ഇല്ല, നിങ്ങൾക്ക് ഇത് കാണും ഇതാണെന്ന് അറിഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് സയൻസുകാരുള്ളതാണ് സാധനം കാണാൻ അറിയാം, അല്ല ഒന്നുമില്ല. ഓർത്തിരിക്കുക, S is equal to ut plus half at square എന്നുള്ളതാണ് എന്ത്, രണ്ടാം ചലന നിയമം. ഇതെന്ത് തമ്മിലുള്ള റിലേഷൻ ആണെന്ന് നോക്കി. ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസ്, എസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, തെറ്റിക്കരുത്. സ്ഥാനാന്തരമാണ് ഡിസ്പ്ലേസ്മെന്റ് കേട്ടോ. ഈ പറഞ്ഞ എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസിനെയാണ് ഈ സാധനം ഉദ്ദേശിക്കുന്നത്. ഡി എന്നല്ല എസ് എന്ന് നമ്മൾ സാധാരണ എഴുതുന്നത്. ഡി എന്ന് എഴുതാൻ കുഴപ്പമില്ല, സാധാരണ ഇക്വേഷൻ ആണ് നമ്മൾ എസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ എഴുതുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഡിസ്റ്റൻസിനെയാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആലോചന കേട്ടോ. ഇനി എന്താണ്, ഇനിയാണ് മൂന്നാം ചലന നിയമം. ഇത്രയേ ഉള്ളൂ. v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ഇതാണ് ഇവിടെ എന്താണ്, ഇതെന്ന് പറയുമ്പോൾ ഇത് എന്താണ്, ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗമാണ്. ഇത് ആദ്യ പ്രവേഗമാണ്, ഇത് ത്വരണമാണ്, ഇവിടെ ഇത് ഡിസ്റ്റൻസ് ആണെന്ന് ഓർത്തിരിക്കണം, തെറ്റിക്കരുത്. ഓർത്തിരിക്കുക, S is equal to ut plus half at square എന്ന ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതുപോലെ v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ചില കണ്ടീഷനകത്ത് ഇത് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ എന്താണ് സ്ഥാനാന്തരം എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, തെറ്റിക്കരുത് കേട്ടോ. ഇതുപോലെ ഈ 3 ഇക്വേഷൻ കാണാതെ പഠിക്കുക, ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടാൽ മതി. അങ്ങനെ കാണാൻ പഠിക്കുകയാണെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട് എന്താണ്, v equal to u plus 8 ആണ്, S is equal to ut plus half at square ആണ്. അതുപോലെ തന്നെ v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as എന്നുള്ളതാണ്. ഇതാണ് 3 ചലന സമവാക്യങ്ങൾ നോക്കിയിരിക്കുക. ഓക്കെ അല്ലേ? ഇനിയാണ് ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം, തെറ്റിക്കരുത്. ഈ ഗ്രാഫ് വരയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്, നോക്കിയേ. ഗ്രാഫ് വരച്ചിട്ട് അവർക്ക് ചോദിക്കാം, ഇതിനകത്ത് എന്താണ് യൂണിഫോം മോഷൻ ഒരു സംഭവം ഉണ്ടല്ലോ അല്ലേ, അതിന്റെ മലയാളം എന്താണ്, സമവേഗം എന്നാണ് കേട്ടോ. യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് സമവേഗം എന്നാണ്. സമവേഗം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ യൂണിഫോം മോഷൻ പറയുന്നതാണ് എന്ത്, സമവേഗം കേട്ടോ. അപ്പൊ ഒരു ഒബ്ജക്റ്റ് സമവേഗത്തിലാണെങ്കിൽ യൂണിഫോം മോഷൻ ഉള്ള ഒബ്ജക്റ്റിന്റെ ഗ്രാഫിന്റെ സ്ട്രക്ചർ അല്ലെ അതിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രാഫ് എടുത്ത് പറയുന്നത്. അപ്പൊ നോക്കി, നമ്മൾ ഈ പറഞ്ഞ v equal to u plus 8 ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എടുക്കുകയാണ്. നോക്കി, നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതിന്റെ സ്ലോപ്പായിട്ട് വരുന്നത്, തെറ്റിക്കരുത്, ഞാൻ പറയുന്നത് കറക്റ്റ് കേൾക്കുക. നമ്മൾ പ്രവേഗവും സമയവും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചാൽ അതിന്റെ ഈ സ്ലോപ്പായിട്ട് വരുന്ന സംഭവം എപ്പോഴും ആക്സിലറേഷൻ ആയിരിക്കും നോക്കിയിരിക്കുക കേട്ടോ. എക്സ്പ്ലെയിൻ ഒന്നും ചെയ്തൊന്നും തീരത്തില്ല, ഒന്നുമില്ല. നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ y equal to mx plus c എന്നാണ്. അതുപോലെ y equal to mx plus c എന്നാണ്.
ഇപ്പൊ y ആക്സിലും x ആക്സിലും വരും. അതുപോലെ m ചേർത്ത് വരുന്ന സംഭവമാണ് സ്ലോപ്പായിട്ട് വരുന്നത്. അത് ഈ കേസിൽ ആക്സലറേഷൻ. അതൊന്നും അറിയണ്ട. പ്രവേഗ സമയ ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിന്റെ സ്ലോപ്പായിട്ട് വരുന്നത് എന്തായിരിക്കും? ആക്സലറേഷൻ ആണ് എന്ന് അറിഞ്ഞിരിക്കുക. എന്താണ്? പ്രവേഗ സമയ ഗ്രാഫ് വരച്ചാൽ അതിന്റെ സ്ലോപ്പായിട്ട് വരുന്നത് എന്തായിരിക്കും? ആക്സലറേഷൻ ആണ്, അല്ലെങ്കിൽ ത്വരണമാണ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ വേറൊരു ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണ്. നോക്കി, നമുക്ക് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരയ്ക്കാന്ന് വിചാരിക്കും. ഇവിടെ ടൈം ആണ്, ഇവിടെ ഈ പറഞ്ഞ സ്ഥാനാന്തരമാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്ലോപ്പായിട്ട് വരുന്നത് എന്താണ്? പ്രവേഗമായിരിക്കും. നോക്കിയിരിക്കുക. ഒന്നുമില്ല, ഈ ഇക്വേഷൻ ഇതുപോലെ അറിഞ്ഞാൽ മതി. ഒന്നുമില്ല, നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരച്ചാൽ അതിന്റെ സ്ലോപ്പ് വരുന്നത് പ്രവേഗമായിരിക്കും. അതുപോലെ പ്രവേഗ സമയ ഗ്രാഫ് വരച്ചാൽ അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ആക്സലറേഷൻ ആയിരിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗത്തിന്റെ ഇക്വേഷൻ ആണ് സ്ഥാനാന്തരം ഭാഗം സമയം എന്നുള്ളത്. നമ്മുടെ വേഗം അല്ലെങ്കിൽ സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? അതെന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ അവിടെ സ്ഥാനാന്തരം ഒന്നുമില്ല, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡിന്റെ ഇക്വേഷൻ. നമ്മളൊരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ചെയ്ത് ഡിസ്പ്ലേസ്മെന്റിന് പകരം ഇവിടെ സ്ഥാനവും സമയവും തമ്മിലുള്ള ഗ്രാഫ് ആ വരയ്ക്കുന്നെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? സ്പീഡ് ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞുള്ളൂ, ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, പ്രവേഗ സമയ ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സലറേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ സ്ഥാനാന്തര സമയ ഗ്രാഫിന്റെ സ്ലോപ്പ് എപ്പോഴും വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗമായിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന ഗ്രാഫും അതിന്റെ ഷേപ്പും കറക്റ്റ് പഠിക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിനകത്തുനിന്ന് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ നോക്കി, നമുക്ക് ആദ്യം ഗ്രാഫ് വരയ്ക്കാം. നോക്കി, നമുക്കൊരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരയ്ക്കാം. ഇത് ഡിസ്റ്റൻസ് ആണ്, ഈ ആക്സിസ് ടൈം ആണ്. നിങ്ങളോട് പറയാണ്, ഒരു സ്റ്റേഷനറി ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ് ചെയ്യുന്നില്ല, ചുമ്മാ ഒരിടത്ത് ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ ഷേപ്പ് ഇതാണ്. തെറ്റിക്കരുത്. സ്റ്റേഷനറി ഒബ്ജക്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരിടത്ത് ഇരിക്കുന്ന ഒരു വസ്തുവിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. തെറ്റിക്കരുത്. ഇതാണ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ പറയാണ്, യൂണിഫോം മോഷൻ അല്ലെങ്കിൽ സമവേഗത്തിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. തെറ്റിക്കരുത്. ഇതാണ് സമവേഗത്തിലുള്ളതിന്റെ യൂണിഫോം മോഷന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്താണ്? ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആണ് എന്ത്? ഈ പറഞ്ഞിട്ടുള്ള ഈ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ഒബ്ജക്റ്റിന്റെ ആണ്. മറ്റേതാണ് എന്ത്? യൂണിഫോം മോഷൻ അല്ലെങ്കിൽ സമവേഗത്തിലുള്ള ഒരു വസ്തുവിന്റെ ഡിസ്റ്റൻസ്. ഞാൻ തെറ്റിക്കരുത്, ഇതാന്നൊന്നും പറയരുത്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആണ് കേട്ടോ. നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഒക്കെ വരയ്ക്കും, ഇതിന് വ്യത്യാസം വരും. ഇത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആണ് യൂണിഫോം മോഷന്റെ. തെറ്റിക്കരുത്. ക്ലിയർ ആണല്ലോ അല്ലെ? നമ്മൾ ഇതുപോലെ തന്നെ ഞാൻ പറയാം, ഇതിപ്പോ നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ എന്തോ വരുന്ന അറിയോ? അതുകൊണ്ട് ഈ ഗ്രാഫ് വളഞ്ഞൊക്കെ പോകുന്നില്ല. ഇതേ ഗ്രാഫിന്റെ ഇതിപ്പം കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ പോകുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇത് യൂണിഫോം മോഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സമവേഗം എന്ന് വിളിക്കുന്നത് അല്ലേ? ഞാൻ ഈ പറഞ്ഞ സാധനം ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ എന്താണ്? ഇത് സമവേഗം ഒന്നും അല്ല, ഇതിന് ഇച്ചിരി വളമൊക്കെ ഇല്ലേ? അതെന്ന് പറയുമ്പോൾ നോൺ യൂണിഫോം മോഷന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് ഇങ്ങനെ ആയിരിക്കും പോകുന്നത് കേട്ടോ. ഇവിടെ നിന്ന് പറയുമ്പോൾ ഈ സംഭവം നോൺ യൂണിഫോം മോഷന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആണ് നോക്കിയിരിക്കുക. ക്ലിയർ ആണല്ലോ അല്ലേ? നോക്കി, ഇതെന്ന് പറയുമ്പോൾ നോൺ യൂണിഫോം മോഷനകത്ത് സ്പീഡ് കുറഞ്ഞു വരുന്ന ഗ്രാഫ് ആണ് ഇത് കേട്ടോ. കാര്യം താപ്പോട്ട് വീഴുന്നുണ്ട്. ഇനി നോൺ യൂണിഫോം മോഷനകത്ത് സ്പീഡ് കൂടി വരുന്ന ഗ്രാഫ് ആണ് ഇങ്ങനെ പോകുന്ന ഗ്രാഫ് കേട്ടോ. തെറ്റിക്കരുത്. ഇത് സ്റ്റേഷനറി ഒബ്ജക്ട് അല്ലെങ്കിൽ മിണ്ടാതെ ഒരിടത്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ അതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് നോക്കിയിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സമവേഗത്തിലെ ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഈ ഒറിജിനിൽ ഇങ്ങനെ കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് പോകുന്നത് നോക്കിയിരിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ സംഭവം. ഇനിയുമാണ് അറിയേണ്ടത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ട്. നെക്സ്റ്റ് നോക്കിയാൽ നമുക്ക് ഈ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് അറിയാം. നോക്കിയാൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ എന്താ വരുന്നത് നോക്കി, ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. നോക്കി, ഇതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ് എന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങളോട്. നോക്കി, ഇത് കോൺസ്റ്റന്റ് വെലോസിറ്റി ഗ്രാഫ് ആണ്. കാര്യം വെലോസിറ്റിയുടെ വാല്യൂ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇത് 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേ സ്പീഡിൽ തന്നെയാണ് ഒരു വണ്ടി ഓടിക്കുന്ന എന്താണ്? അത് കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. അപ്പൊ ഈ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രവേഗ ഗ്രാഫിനകത്തുനിന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഈ പറഞ്ഞ T1 T2 എന്നുള്ള ഒരു സമയത്തിനിടയ്ക്ക് കണ്ടില്ലേ, ഈ ഒരു സമയത്തിനിടയ്ക്ക് ഈ വസ്തുവിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എത്ര ആണെന്ന് ചോദിച്ചാൽ, എന്ന് വെച്ചാൽ ഈ രണ്ട് ഡിസ്റ്റൻസിനിടയ്ക്ക് ഈ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം ചോദിച്ചാൽ എന്താണ്? ഈ പറഞ്ഞ സ്ക്വയറിന്റെ അല്ലെങ്കിൽ ഈ വരുന്ന ഷേപ്പിന്റെ റെക്ടാങ്കിൾ പോലെയായിരിക്കും വരുന്നത്, ഇതിന്റെ പരപ്പളവ് കണ്ടാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ ഇതിന്റെ പരപ്പളവ് കണ്ടാൽ ഇതിന്റെ ഇക്വേഷന്റെ ആൻസർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഇപ്പം 2 സെക്കൻഡും ഇതൊരു 6 സെക്കൻഡുമാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഡിസ്റ്റൻസ് എത്ര വരും? ഇത് 4 സെക്കൻഡ് ആണ്.
ഈ പറഞ്ഞ ഹൈറ്റ് 4 ആണ് അല്ലേ. അപ്പൊ ഇതിനകത്ത് പറയുമ്പോഴത്തേന് 16 16 എന്ത് ഇതിനകത്തുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എന്ന് ആലോചിക്കുക. ഇത്രയും ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുള്ള ടെക്സ്റ്റിനകത്തുള്ളതാണ് ഓർത്തിരിക്കുക. ഒരു പ്രവേഗ സമയ ഗ്രാഫിനകത്തുനിന്ന് കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ് എന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിനകത്ത് രണ്ട് സമയങ്ങൾ തമ്മിലുള്ള രണ്ട് സമയത്തിലേക്ക് സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായ ഡിസ്പ്ലേസ് അല്ലെങ്കിൽ സ്ഥാനാന്തര പറഞ്ഞാൽ എന്തായിരിക്കും, ആ കിട്ടുന്ന ഷേപ്പിന്റെ പരപ്പളവിന് ഈക്വൽ ആയിട്ട് നോക്കിയിരിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നോക്കുമ്പോൾ വേറൊരു സംഭവം നോക്കി, ഇനി ഞാൻ പറയാൻ നമുക്ക് കേൾക്കാം. ഇതിനകത്ത് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രീ ഫോൾ എന്നൊരു സംഭവമുള്ള ഫ്രീ ഫോളിൽ വീഴുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചാൽ എന്തോ ചെയ്യും നിങ്ങൾ? ഞാൻ 2-3 പടം വരച്ചാണ് നോക്കി. ഇതെല്ലാം വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെന്ന് വിചാരിക്കുക കേട്ടോ. നോക്കണം, ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇതൊരെണ്ണമാണ്. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നോക്കി, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. എന്നാൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് നോക്കി. നിങ്ങൾക്ക് അറിയാം, നമുക്ക് എന്തോ അറിയാം. ഇതെന്ന് പറയുമ്പോൾ എന്താണ്? ഇത് ഡീസിലറേഷൻ ആണല്ലോ. വെച്ചാൽ എയുടെ വാല്യൂ കുറഞ്ഞു വരികയാണ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയും ഡീസിലറേഷൻ എന്ന് പറഞ്ഞാൽ ത്വരണത്തിന്റെ നേരെ തിരിച്ചു വരുന്ന സംഭവമാണ്. അതെന്ന് പറയുമ്പോൾ -8 എഴുതുന്നത് ഓർത്തിരിക്കുക. ഇതെന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നോൺ യൂണിഫോം മോഷനിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് സമവേഗത്തിലല്ലാത്ത ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണിത്. തെറ്റിക്കുന്നത് എന്താണ്? നോൺ യൂണിഫോം മോഷനിലുള്ള അല്ലെങ്കിൽ സമവേഗത്തിലല്ലാത്ത ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണിത്. നോക്കിയെന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം, എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് സ്പീഡ് കുറഞ്ഞു വരുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് നോക്കിയിരിക്കണം. ഇത് നോക്കി, ഇതെന്താണ്? നമുക്ക് ഇതാണ് നമ്മൾ ഈ പറഞ്ഞ യൂണിഫോം മോഷൻ അല്ലെങ്കിൽ സമവേഗത്തിലുള്ളതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തു ഫ്രീ ഫോളിലാണ് എന്നുണ്ടെങ്കിൽ നിർബാധം പതിക്കുന്ന ഒരു കല്ലിന്റെ ഗ്രാഫ് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫ്രീ ഫോളിലാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഏതാണ് ക്വസ്റ്റ്യൻ ഏതായിരിക്കും? ഇതായിരിക്കും അതിന്റെ ആൻസർ. തെറ്റിക്കുന്ന കാര്യം ഞാൻ പറയാം. ഫ്രീ ഫോൾ ആണെങ്കിൽ എന്താണ്? ഇവിടുത്തെ ആക്സിലറേഷൻ അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈക്വൽ ആണ് അല്ലെ 9.8 m/s² ആയിരിക്കും ഈ പറയുന്ന ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ. അപ്പൊ ഇവിടെ വെലോസിറ്റി കൂടുമോ കുറയുമോ? തലധാര പറ. v = u+at ആണ്. ഒബിയസ്ലി ഈ പറഞ്ഞിട്ടുള്ള സംഭവം ആക്സിലറേഷൻ ഇൻറ്റു ടൈം ആണ്. അപ്പൊ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ട് ടൈം കൂടുന്നതനുസരിച്ച് ഈ വെലോസിറ്റി കൂടി പോകത്തേ ഉള്ളൂ അല്ലേ. അതുകൊണ്ട് ഇങ്ങനത്തെ ഗ്രാഫ് വന്നിട്ട് ഇതാണെന്ന് ചോദിച്ചാൽ ഇതല്ല, അങ്ങനെയല്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് കുറയത്തുമില്ല. കാര്യം ഈ പറഞ്ഞ 9.8 ഇട്ട് ടൈം മൾട്ടിപ്ലൈ ആയിട്ട് തന്നെയാണ് വെലോസിറ്റി ആഡ് ആയി പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഒബിയസ്ലി ഫ്രീ ഫോളിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതാണ്. തെറ്റിക്കരുത്, ചോദിക്കാം അവർക്ക്. ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു ഫ്രീ ഫോളിംഗ് ഒബ്ജക്റ്റിന്റെ. കാര്യം v = u+at പ്രകാരം ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാര്യം നിങ്ങൾക്ക് പിന്നെ ഇത് എന്താണ് കാണാൻ പഠിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ അറിയാം ഫ്രീ ഫോൾ ആണെങ്കിൽ ആക്സലറേഷൻ പറഞ്ഞാൽ g ഈക്വൽ ആണ് 9.8 ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഓരോ ടൈം ഇന്റർവൽ പൊക്കോണ്ടിരിക്കുമ്പോഴും ഇത് മൾട്ടിപ്ലൈ ആയാലേ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഒബിയസ്ലി ഈ പറഞ്ഞിട്ടുള്ള ഫൈനൽ വെലോസിറ്റി കൂടിയേ വരത്തുള്ളൂ. ഒരു കാരണവശാലും വെലോസിറ്റി കുറയുന്നില്ല കേട്ടോ, g കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞോണ്ടേ. അപ്പൊ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള ഫ്രീ ഫോൾ ഇരിക്കുന്ന വസ്തുവിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ ഓക്കെ ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെഷനിലോട്ട്. അപ്പൊ നോക്കി ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ചലന സമവാക്യം എന്തായിരുന്നു? ഫസ്റ്റ് ലോടെ v = u+at അല്ലേ. v = u+at എന്തായിരുന്നു? പ്രവേഗ സമയ ഗ്രാഫ് ആണ് v = u+at എന്ന് പറയുന്നത് അല്ലേ. ഇനി സെക്കൻഡ് ലോടെ എന്തായിരുന്നു? s = ut+12at² എന്നാണ്. അതെന്താണ്? സ്ഥാന സമയ ഗ്രാഫ് ആണ് കേട്ടോ. സ്ഥാന സമയ ഇക്വേഷൻ ആണ് s = ut+12at² എന്നുള്ള സംഭവം. ഇനി എന്താണ് മൂന്നാമത്തേത്? എന്തായിരുന്നു? v² - u² = 2as എന്നാണ്. അതെന്താണ്? പ്രവേഗവും എന്താണ് അപ്പുറത്ത് വരുന്നത്? സ്ഥാനഗ്രാഫാണ് കേട്ടോ. പ്രവേഗ സ്ഥാനഗ്രാഫാണ് നോക്കിയിരിക്കാം. നെക്സ്റ്റ് നോക്കി, ഇനി നമുക്കുള്ളതെന്ന് പറയുമ്പോൾ സന്തുലിത ബലം എന്നൊരു സംഭവമുണ്ട്. സന്തുലിത ബലവും അസന്തുലിത ബലം എന്നൊരു സംഭവമുണ്ട്. സന്തുലിതം പറഞ്ഞാൽ ബാലൻസ് ഫോഴ്സ് ആണ്. അസന്തുലിത ബലം എന്ന് പറയുന്നത് അൺബാലൻസ് ഫോഴ്സ് ആണ്. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കാം. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ രണ്ട് ആൾക്കാർ ഒരു മേശ നമ്മൾ തെള്ളുകയാണ്. അവിടെ ഒരാളിന് ഇവിടെ ഒരാൾ, നമ്മൾ രണ്ടുപേരും ഒരേ വെള്ളത്തിൽ തെള്ളിയാൽ ഈ മേശ അനങ്ങുമോ? ഇല്ല. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ബാലൻസ്ഡ് ഫോഴ്സ് ഉള്ള സാധനം അല്ലെങ്കിൽ സന്തുലിത ബലം കാരണം നമുക്കൊരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ ഒക്കത്തില്ല. ക്ലിയർ അല്ലേ? സന്തുലിത ബലം അല്ലെങ്കിൽ ബാലൻസ് ഫോഴ്സ് ആണെങ്കിൽ എന്താണ്? നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ ഒക്കില്ല. പക്ഷെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഒരാൾ തെള്ളി, ഇപ്പൊ ഞാൻ ഇവിടെ തെള്ളുകയാണ്. അപ്പം അവിടുന്ന് ഒരാൾ അതിനേക്കാൾ ഫോഴ്സ് കുറച്ചാണ് തെള്ളുന്നതെങ്കിൽ എവിടുന്നാണോ ഫോഴ്സ് കൂടിയത് ആ ഒരു സൈഡിലോട്ട് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുക അല്ലേ. അപ്പൊ അതാണ് ഈ പറഞ്ഞ അസന്തുലിത ഫോഴ്സ് അല്ലെങ്കിൽ അൺബാലൻസ് ഫോഴ്സ് എന്നൊരു സംഭവം. നമുക്കറിയാം ഒബ്ജക്ട്സിനെ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം?
അൺബാലൻസ് ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഒബ്ജക്ട്സ് മൂവ് ചെയ്യത്തുള്ളൂ. പ്രൊവൈഡഡ് ഇതിനുള്ള ഒരു എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ യൂണിഫോം മോഷനിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ നമുക്ക് എന്ത് വേണ്ട, ഒരു എക്സ്റ്റേണൽ അൺബാലൻസ് ഫോഴ്സിന്റെ ആവശ്യമില്ല. എന്താണ്, ഒരു നേർരേഖയിൽ യൂണിഫോം മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ അതിനെ ആ മോഷൻ കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, ഒരു എക്സ്റ്റേണൽ അൺബാലൻസ് ഫോഴ്സിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. തെറ്റിക്കരുത്. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ബാലൻസ് ഫോഴ്സും അൺബാലൻസ് ഫോഴ്സും എന്നുള്ള സംഭവം. സന്ദർഭം എന്താണ്, ബാലൻസ് ഫോഴ്സ് പറഞ്ഞാൽ ഒത്തിട്ട് മൂവ് ആകത്തില്ല, കാര്യം രണ്ടിടത്തുനിന്നുള്ള ഫോഴ്സും സെയിം ആണ്. അൺബാലൻസ് ഫോഴ്സ് ആണെങ്കിലാണ് നമുക്ക് ഒരു സംഭവത്തിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ ഒക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. മനസ്സിലായല്ലോ അല്ലെ? ഇനേർഷ്യ അല്ലെങ്കിൽ ജഡത്വം എന്നൊരു സംഭവം. എന്താണ് ഇനേർഷ്യ, അല്ലെങ്കിൽ നമ്മളെ മലയാളമാണ് എന്ത്, ജഡത്വം. ജഡത്വം. ഇനേർഷ്യ പറഞ്ഞാൽ ജഡത്വം എന്നാണ് കേട്ടോ. എന്താണ്, ഞാൻ ജസ്റ്റ് പറയാം, ഈ സ്പെല്ലിംഗ് നോക്കണം കേട്ടോ മലയാളത്തിന്റെ. ഓക്കെ, ഇനേർഷ്യ അല്ലെങ്കിൽ ജഡത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വസ്തുവിന് ഒന്നുകിൽ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി, അതല്ലെങ്കിൽ എന്താണ്, ഒരിടത്ത് തന്നെ ഇരിക്കാനുള്ള ടെൻഡൻസി. അതാണ് ഈ പറയുന്ന ഇനേർഷ്യ എന്ന് പറഞ്ഞ സംഭവം. അല്ല എന്താണ്, ഒന്നുകിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇതിനകത്ത് ഇരുന്നുകൊണ്ടേ ഇരിക്കും. അപ്പൊ ഇതിന്റെ ആ ഒരു എന്താണ് മോഷൻ അല്ലെങ്കിൽ അതിന്റെ റെസ്റ്റിനെ എന്താണ് ചേഞ്ച് ചെയ്യാൻ ഒക്കാതെ വരുന്ന അവസ്ഥയാണ് ഇനേർഷ്യ. അപ്പൊ നമുക്ക് പറയുന്ന ഇനേർഷ്യ ഓഫ് മോഷൻ ഉണ്ട്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഉള്ളതാണ്. ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അതിനെ പിടിച്ച് റെസ്റ്റിൽ കൊണ്ടുവരാൻ പെടുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞ ഇനേർഷ്യ എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഈ ജഡത്വം എന്ന് പറഞ്ഞാൽ അതിനെ ഒന്നുകിൽ റെസ്റ്റ് ഇരിക്കാനുള്ള ടെൻഡൻസി, അതല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കാനുള്ള ടെൻഡൻസി. അതാണ് ഈ പറഞ്ഞ ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ എന്ന് പറഞ്ഞാല്. അപ്പൊ ഈ പറഞ്ഞ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ട്, ഇനേർഷ്യ ഓഫ് മോഷൻ ഉണ്ട് കേട്ടോ. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ട്, ഇനേർഷ്യ ഓഫ് മോഷൻ ഉണ്ട്. അപ്പൊ എന്താണ്, ചലന ജഡത്വവും ഇത് ചലന ജഡത്വവും ഇത് നിശ്ചല ജഡത്വവുമാണ്. നമ്മൾ എന്താ പറഞ്ഞത്, എന്താ ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഇതിനില്ലാത്ത കഴിവ്, വെച്ചാൽ അതിനുള്ള കഴിവില്ലായ്മയാണ് സത്യം പറഞ്ഞാൽ ജഡത്വം എന്ന് പറയുന്നത്. എന്താണ്, ഒരു വസ്തുവിന് അതിന്റെ റെസ്റ്റിന്ന് മോഷനിലോട്ട് പോകാൻ ഒക്കാത്ത അവസ്ഥ, ആ ഒരു കഴിവില്ലായ്മയാണ് ജഡത്വം. അല്ലെങ്കിൽ എന്താണ്, ഒരു മോഷനിലിരിക്കുന്ന വസ്തുവിനെ തിരിച്ച് റെസ്റ്റിലോട്ട് വരാൻ ഒക്കാത്തൊരവസ്ഥ. അതാണ് ഈ ഇനേർഷ്യ അല്ലെങ്കിൽ ജഡത്വം എന്ന് പറഞ്ഞാൽ. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുകൊണ്ട് ഇനേർഷ്യ ഓഫ് മോഷൻ. അപ്പൊ ചലന ജഡത്വമുണ്ട്, നിശ്ചല ജഡത്വമുണ്ട് കേട്ടോ. അപ്പൊ നോക്കി, ഈ പറഞ്ഞിട്ടുള്ള ഇനേർഷ്യ ഓഫ് റെസ്റ്റിന്റെ എക്സാമ്പിൾ എന്താണ്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ട്രീ, നമ്മളിപ്പോ മരം പിടിച്ച് കുലുക്കി കഴിഞ്ഞാൽ അതിനകത്ത് ലീഫ് വീഴുക അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വീഴുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇനേർഷ്യ ഓഫ് റെസ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. ഇനി നോക്കിയാൽ നമ്മൾ കാർപ്പറ്റിനകത്തൊക്കെ പൊടി തട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ അടുത്ത് അടിക്കത്തില്ലേ, അതെന്ന് പറയുമ്പോഴത്തേക്കിന് അത് ഇനേർഷ്യ ഓഫ് റെസ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ എന്തൊക്കെ ജസ്റ്റ് ഓർത്തിരിക്കുക. എന്തൊക്കെ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു ട്രീ പിടിച്ച് കുലുക്കുമ്പോൾ, മരം പിടിച്ച് കുലുക്കുമ്പോൾ അതിനകത്ത് ലീഫ് അല്ലെങ്കിൽ അതിനകത്ത് ഫ്രൂട്ട്സ് വീഴുക, നമ്മൾ കാർപ്പറ്റ് നല്ല സാധനം അടിച്ച് പൊടി കളയുക, നമ്മൾ നിർത്തിയിട്ട് ഇങ്ങനെ ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പുറകോട്ട് വീടുന്ന ഒരു ടെൻഡൻസി വരത്തില്ല. അതെന്ന് പറയുമ്പോൾ എന്താണ്, പുറകോട്ട് വീഴുന്ന ടെൻഡൻസി ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് നിർത്തുമ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് ബ്രേക്ക് ചവിട്ടുമ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്നത് എന്താണ്, അത് ഇനേർഷ്യ ഓഫ് മോഷന്റെ എക്സാമ്പിൾ ആണ്. തെറ്റിക്കരുത്. പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ചില റെസ്റ്റിലിരുന്ന ഒരു വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാസഞ്ചേഴ്സ് പുറകോട്ട് വീഴുന്നത് ഇനേർഷ്യ ഓഫ് റെസ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ടല്ലേ വീഴുന്നത്, അപ്പൊ അത് ഇനേർഷ്യ ഓഫ് മോഷന്റെ എക്സാമ്പിൾ ആണ്. തെറ്റിക്കരുത്. ഇനേർഷ്യ ഓഫ് മോഷന്റെ എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞിട്ടുള്ള ബ്രേക്ക് ചവിട്ടും നമ്മൾ ഫ്രണ്ടിലോട്ട് വീഴുന്നത്. അതുപോലെ നോക്കി, നമ്മളിപ്പോ ഫാൻ ഓഫ് ആക്കത്തില്ലേ, നമുക്കറിയാം ഫാനിന്റെ ഇത്, ഫാൻ ഓഫ് ആക്കുമ്പോൾ ഇതിങ്ങനെ കുറെ നേരം കറങ്ങിയല്ല നിൽക്കുന്നത്. അതെന്ന് പറയുമ്പോൾ ഇനേർഷ്യ, ആ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാരണമാണ് ഇത് പതുക്കെ കറങ്ങി നിൽക്കുന്നത്. അതെന്ന് പറയുമ്പോൾ ഇനേർഷ്യ ഓഫ് മോഷന്റെ ഒരു എക്സാമ്പിൾ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് എക്സാമ്പിൾ അറിഞ്ഞിരിക്കുക. ഈ പറഞ്ഞ റെസ്റ്റിന്റെ മോഷന്റെ, ആ പറഞ്ഞ വണ്ടി ബ്രേക്ക് ചവിട്ടുന്ന സംഭവം കറക്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. ജസ്റ്റ് ഓർത്തിരിക്കുക, ബ്രേക്ക് ചവിട്ടുമ്പോൾ ഫ്രണ്ടിലോട്ട് വീഴുന്നത് ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. പെട്ടെന്ന് നിർത്തിയിട്ട് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ പുറകോട്ട് വീഴുന്നത് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് കാരണമാണെന്ന് ഓർത്തിരിക്കണേ. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ എന്നൊരു സംഭവം. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് പറയുമ്പോഴത്തേക്കിന് ഈ ഇനേർഷ്യയുടെ ഇക്വേഷൻ പഠിച്ചു, അതിന്റെ യൂണിറ്റ് പഠിക്കും. ഇനേർഷ്യയുടെ യൂണിറ്റ് പറഞ്ഞാൽ കിലോഗ്രാം ആണ്. ആക്കം എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ് കേട്ടോ. ആക്കം ബൈ പ്രവേഗമാണ് ഇനേർഷ്യയുടെ ഇക്വേഷൻ. എന്താണ്, മൊമെന്റം ഡിവൈഡഡ് ബൈ പ്രവേഗം, വെലോസിറ്റി ആണ് നമ്മുടെ ഇനേർഷ്യയുടെ ഇക്വേഷൻ അല്ലെ. മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്, P = m × v എന്നാണ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ v ആണ്. m ക്യാൻസൽ ആയി, അപ്പൊ ബാക്കി m മാത്രമേ വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇനേർഷ്യയുടെ യൂണിറ്റ് കിലോഗ്രാം ആകുന്നത് കേട്ടോ. ഓർത്തിരിക്കുക, ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ആക്കം ഡിവൈഡഡ് ബൈ പ്രവേഗം, അല്ലെങ്കിൽ മൊമെന്റം ബൈ പ്രവേഗം എന്നാണ് കേട്ടോ. വെച്ചാൽ ആക്കം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു മണ്ണ് എടുത്തിട്ട് അതിനകത്ത് കട്ടിയുള്ള 2 ബോള് ഇങ്ങനെ വീടുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഡിപ്രഷൻ എന്തായാലും കൂടുതലാകത്തില്ലേ അല്ലേ. അപ്പൊ അതാണ് ഈ പറഞ്ഞിട്ടുള്ള മൊമെന്റം അല്ലെങ്കിൽ ആക്കം എന്ന് പറയുമ്പോൾ. ചില മാസ് കൂടിയാലും വെലോസിറ്റി കൂടിയാലും ആക്കം കൂടും. ജസ്റ്റ് ഓർത്ത് നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ എന്താണ്
നല്ല വെയിറ്റ് ഉള്ള ഒരു ക്രിക്കറ്റിന്റെ പന്ത് ഒരു ടെന്നീസ് പന്തും എടുത്തിട്ട് നമ്മൾ ഒരേ സ്പീഡിൽ എറിഞ്ഞാലും വെയിറ്റ് കൂടിയത് കാരണം നമ്മൾ ക്രിക്കറ്റ് ബോൾ കൊണ്ട് എറിയുമ്പോഴായിരിക്കും നമുക്ക് എന്താണ് ആ ഇമ്പാക്ട് കൂടുതൽ വരുന്നത് കേട്ടോ. അപ്പൊ അതെന്ന് പറയുമ്പോൾ ആക്കം കൂടുതലായിട്ട് വരുന്നത് കൊണ്ടാണ്. അപ്പൊ ഓർത്തിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള മാസ് കൂടിയാലും വെലോസിറ്റി കൂടിയാലും എന്ത് തന്നെയാണ്, ആക്കം കൂടും. നമ്മൾ ആക്കം കൂടും ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇനേർഷ്യ അല്ലെങ്കിൽ ജഡത്വം എന്ന് പറഞ്ഞാൽ ആക്കം ഡിവൈഡഡ് ബൈ പ്രവേഗമാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റുന്നുണ്ട്, ഈ പറഞ്ഞ ഇതിന്റെ യൂണിറ്റ് എന്തായിപ്പോ കിലോഗ്രാം ആയിപ്പോ. ജസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇനേർഷ്യയുടെ യൂണിറ്റ് അറിയാം എന്താണ്, കിലോഗ്രാം ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതാണ് ഇനേർഷ്യ. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്താണ്, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്താണ്, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്താണ്, ഒരു എക്സ്റ്റേണൽ ചെറിയൊരു വെളിയിൽ നിന്ന് ഒരു അൺബാലൻസ് ഫോഴ്സ് കൊടുക്കുന്നത് വരെ ഒരു ബോഡി ഒരു വസ്തു എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ റെസ്റ്റിലോ അതല്ലെങ്കിൽ ആ യൂണിഫോം മോഷനിലോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ന്യൂട്ടന്റെ ഒന്നാമത്തെ ചലന നിയമം. എ ബോഡി continues to remain in a state of rest or uniform motion unless it's compelled by an external force to act otherwise ആണ്. മലയാളമാണ് ഞാൻ ഇതിന്റെ പറഞ്ഞത്. എന്താണ്, ഒരു വസ്തുവിനെ നമ്മളൊരു എക്സ്റ്റേണൽ അൺബാലൻസ് ഫോഴ്സ് കൊടുക്കുന്നത് വരെ ആ ബോഡി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അതിന്റെ റെസ്റ്റ് എന്നുള്ള സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അതിന്റെ യൂണിഫോം മോഷൻ ഉള്ള സ്റ്റേറ്റിലോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലോ. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ലോ ഓഫ് ഇനേർഷ്യ പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയ്ക്ക് വരുന്നതാണ് കേട്ടോ. ലോ ഓഫ് ഇനേർഷ്യ പറഞ്ഞാൽ എന്താണ്, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ റിലേറ്റഡ് ആണ് നോക്കിയിരിക്കുക. തെറ്റിക്കട്ട് എന്താണ്, ലോ ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ ജഡത്വം എന്നുള്ള സംഭവം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയെ കണക്ട് ചെയ്ത് വരുന്നതാണ് നോക്കിയിരിക്കുക. ഓക്കെ, ഈ പറഞ്ഞ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഒന്നും സ്റ്റേറ്റ്മെന്റ് ഇല്ല, ഇത്രേ ഉള്ളൂ എന്ന് ഉറപ്പിക്കുക. അതിന്റെ ഇക്വേഷൻ ഫൈനൽ വരുന്ന F is equal to m into a എന്നാണ്. ഇത്രേ ഉള്ളൂ സംഭവം, ഇത്രയാണ്. നമ്മളൊരു ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും, ആ ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന മൊമെന്റത്തിന്റെ ചേഞ്ചിന് ഈക്വൽ, ചില ആക്ക വ്യത്യാസത്തിന് ഈക്വൽ ആയിരിക്കും. ചില റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുമ്പോൾ എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ്, ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളതാണ് എന്ത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. എന്താണ്, ആക്ക വ്യത്യാസം ഒരു വസ്തുവിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്നതാണ് എന്ത്, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. ആ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയുടെ ഇക്വേഷൻ ആണ് F is equal to m into a എന്നുള്ളത്. ഫോഴ്സ് is equal to മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്നുള്ള വെച്ചാൽ മാസ് ഇൻറ്റു ത്വരണമാണ് നമ്മൾ ഈ പറഞ്ഞ ഫോഴ്സ് അല്ലെങ്കിൽ ബലം എന്ന് പറയുന്നത്. സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റിക്കരുത് കേട്ടോ. ഇനിയാണ് ഇമ്പൾസ് എന്നൊരു സംഭവം. എന്താണ് ഇമ്പൾസ്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം എന്നാണ് ഇമ്പൾസിന്റെ ഇക്വേഷൻ. ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്താണ്, ഫോഴ്സ് ഇൻറ്റു ടൈം എന്നാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇമ്പൾസ് പറഞ്ഞാൽ ആവേഗം എന്നാണ് കേട്ടോ. ആവേഗം എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ആണ്. ഫോഴ്സ് ഇൻറ്റു ടൈം എന്നാണ് ഇക്വേഷൻ. അതിനകത്ത് ആവേഗവും ഈ പറഞ്ഞിട്ടുള്ള ആക്കവും തമ്മിലുള്ള റിലേഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം F is equal to m into a ആണ്. അപ്പൊ ഇവിടെ കൊടുക്കുകയാണ് m into ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണല്ലോ അല്ലെ, ഇൻറ്റു ടി എന്ന് വരും അല്ലെ. ഈ ടിയും ടിയും ക്യാൻസൽ ആയി പോവാണ്. അപ്പൊ ഈ പറഞ്ഞ ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്തായിട്ട് വരുന്നുണ്ട്, എം വി മൈനസ് എം യു എന്നാകുന്നുണ്ട് അല്ലെ. എന്ന് വെച്ചാൽ ഈ മൊമെന്റം നമുക്ക് P1 ഈ P എന്നുള്ളത് മൊമെന്റത്തിന് റെപ്രസെന്റ് ഒരു ലെറ്റർ ആണ് കേട്ടോ. മൊമെന്റത്തിന് റെപ്രസെന്റ് ലെറ്റർ ആണ് P1 മൈനസ് P2 ഞാൻ എഴുതുകയാണ്. അപ്പൊ ഈ ഓർത്തിരിക്കുക, ഇത്രയേ ഉള്ളൂ. ആക്കം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്, ആവേഗം എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്, ആക്ക വ്യത്യാസത്തിന് ഈക്വൽ ആണെന്ന് ഓർത്തിരിക്കുക. എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്, ആക്ക വ്യത്യാസത്തിന് ഈക്വൽ ആണ് എന്ന് നോക്കിയിരിക്കുക. എന്താണ് ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം എന്ന് പറഞ്ഞാൽ മൊമെന്റത്തിന്റെ ചേഞ്ചിന് ഈക്വൽ ആണ്, അല്ലെങ്കിൽ ആവേഗം എന്ന് പറഞ്ഞാൽ ആക്ക വ്യത്യാസത്തിന് ഈക്വൽ ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ജസ്റ്റ് അത്രയാണ് നോക്കി. ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള ഇമ്പൾസ് എന്നൊരു സംഭവം. എല്ലാവർക്കും നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള ആക്ക വ്യത്യാസം അല്ലെങ്കിൽ ചേഞ്ച് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് ഫോഴ്സ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് എഴുതാം. ഇവിടെ നിന്ന് എന്തോ കിട്ടുന്നുണ്ടെന്ന് അറിയോ, ഫോഴ്സ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടി എന്ന് വരും. ഇതാണ് സംഭവം, ഓർത്തിരിക്കുക. ഇനി ഇത് വെച്ചിട്ടുള്ള എക്സാമ്പിൾ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓർത്തിരിക്കുക, സെക്കൻഡ് ലോ എന്ന് പറയുമ്പോൾ F is equal to m into a എന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫോഴ്സ് ടൈമിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നൊരു സംഭവം ഉണ്ട്. ഈ സെക്കൻഡ് ലോയുടെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ക്യാച്ച് പിടിക്കുന്നത്. കൈ താപ്പോട് എഴുതാനുണ്ടോ, അത് എന്തിനാണ്, ഈ പറഞ്ഞ ടൈം കൂട്ടിയിട്ട് ആ ഇമ്പാക്ട് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് ക്യാച്ച് ചെയ്യുന്നത്. നമ്മൾ താപ്പോണ്ട് കൈ മാറ്റുന്നത്. ഗ്ലാസ് കൊണ്ടുള്ള മെറ്റീരിയൽസ് വാങ്ങിക്കത്തില്ല, നമ്മളിപ്പോൾ ഗ്ലാസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് സ്പോഞ്ച് അല്ലെങ്കിൽ മറ്റേ ബബിൾ ഡ്രാപ്പ് ഒക്കെ വെക്കുന്നത് എന്താണ്, അത് സെക്കൻഡ് ലോയുടെ എക്സാമ്പിൾ ആട്ടോ. എന്താണ് ഗ്ലാസ് മെറ്റീരിയൽസിന്റെ ഇടയ്ക്ക് സ്പോഞ്ച് അല്ലെങ്കിൽ ബബിൾ ഡ്രാപ്പ് വെക്കുന്നത് സെക്കൻഡ് ലോയുടെ എക്സാമ്പിൾ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രം അറിഞ്ഞിരിക്കുക ഇതാണെന്നുള്ളത്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ക്യാച്ച് പിടിക്കുന്നത്, അതുപോലെ തന്നെ ബബിൾ ഡ്രാപ്പ് വെക്കുന്നത്, അതുപോലെ നമ്മൾ ഇച്ചിരി എന്താ ബലമുള്ള ആൾക്കാർ ഇഷ്ടി ഒറ്റയടിക്ക് ഇടിച്ച് പൊടിക്കുന്ന കണ്ടിട്ടില്ലേ, അതെന്താണ്, അത് ഈ പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ലോയുടെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഇതാണ് സെക്കൻഡ് ലോ. ഇനി ന്യൂട്ടന്റെ തേർഡ് ലോ എന്താണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്ത്
എന്താണ് ഒരു ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളത് കേട്ടോ. നമ്മൾ റീകോയിലിംഗ് ഓഫ് ഗൺ എന്ന് വെച്ചാൽ നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഗൺ ബുള്ളറ്റ് പോകുമ്പോൾ ഗൺ പുറത്തോട്ട് വലിയുന്നില്ലേ, അത് റീകോയിലിംഗ് ഓഫ് ഗൺ എന്നുള്ള സംഭവം തേർഡ് ലോയുടെ എക്സാമ്പിൾ ആണ് നോക്കിയത്. എന്താണ് റീകോയിലിംഗ് ഓഫ് ഗൺ എന്നുള്ള സംഭവം തേർഡ് ലോയുടെ എക്സാമ്പിൾ. അതുപോലെ വേറെ എക്സാമ്പിൾ ആണ് നമ്മൾ ഈ പറഞ്ഞ വള്ളം തുഴയുന്നത്. നമ്മൾ തുഴയുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ വള്ളം പോകുന്നത്. അതുപോലെ നമ്മൾ ബോട്ടിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങുമ്പോഴേ ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് വീഴാനും പോകും, ബോട്ട് പുറകോട്ട് വലിയത്തില്ലേ, അതെല്ലാം ഈ പറഞ്ഞ തേർഡ് ലോയുടെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഫോർ എവറി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളതാണ് തേർഡ് ലോ. നിങ്ങൾ എക്സാമ്പിൾ മാത്രം കറക്റ്റ് പഠിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് തേർഡ് ലോ എന്ന് പറയാൻ ന്യൂട്ടന്റെ. ഇനിയാണ് ഇതിനകത്ത് കൺസർവേഷൻ ഓഫ് മൊമെന്റ്. ഇതെല്ലാം ആ സിലബസ് ഉള്ളതാണ് കേട്ടോ. കൺസർവേഷൻ ഓഫ് മൊമെന്റം ഒരു സംഭവം സിലബസിലല്ല, പക്ഷെ ആ ടെക്സ്റ്റിലുണ്ട് കൺസർവേഷൻ ഓഫ് മൊമെന്റ് എന്നുള്ള സംഭവം. എന്നുവെച്ചാൽ ഇത്രയുള്ള എന്താണ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാത്തടത്തോളം കാലം മൊമെന്റം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആക്കം എന്നുള്ള സംഭവം കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഒന്നുമില്ല, മൊമെന്റത്തിന് ചേഞ്ച് വരത്തില്ല നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാത്തടത്തോളം കാലം എന്നുള്ളതേ ഉള്ളൂ. അത് ടെക്സ്റ്റിലുണ്ട്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് സിലബസിലല്ല കേട്ടോ. അതാണ് ഈ കൺസർവേഷൻ ഓഫ് മൊമെന്റ് എന്നുള്ള സംഭവം. നമ്മൾ ഈ പറഞ്ഞ ഗണ്ണിന്റെ റീകോളിംഗിന്റെ കേസിൽ കൺസർവേഷൻ ഓഫ് മൊമെന്റം വെച്ചിട്ട് ഈ പറഞ്ഞ ഗണ്ണിന്റെ മാസ് അല്ലെങ്കിൽ ഗണ്ണ് പുറകോട്ട് വന്ന സ്പീഡ് അതൊക്കെ കണ്ടുപിടിക്കാൻ നോക്കും കേട്ടോ. അതാണ് ഈ കൺസർവേഷൻ ഓഫ് എന്നുള്ള സംഭവം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ പറഞ്ഞിട്ടുള്ള ന്യൂട്ടന്റെ ചലന നിയമങ്ങളും ഫോഴ്സ് എന്നൊരു സെക്ഷൻ. ഇതെല്ലാം ഓർത്ത് ഇതെല്ലാം ലീനിയർ മോഷൻ ആണ്, സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന മോഷൻസ് ആണ്. ഈ സർക്കുലർ മോഷൻ എന്നൊരു സംഭവമുണ്ട്. സർക്കുലർ മോഷനകത്ത് വരുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞിട്ടുള്ള സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ വരും, സെൻട്രിപിറ്റൽ വെലോസിറ്റി, അങ്ങനെ കുറെ സംഭവങ്ങൾ വരുന്നതാണ്. അതെല്ലാം കൂടെ ഒന്നും വേണ്ട. സർക്കുലർ മോഷനകത്ത് ഒരു സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ടില്ല. ഗ്രാവിറ്റേഷൻ സെക്ഷനകത്ത് ഈ പറഞ്ഞിട്ടുള്ള സെൻട്രിപിറ്റൽ മോഷന്റെ കാര്യം മാത്രം, സെൻട്രിപിറ്റൽ ഫോഴ്സ് മാത്രമേ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്കത് ഗ്രാവിറ്റേഷൻ ഒരു സെക്ഷൻ അടുത്ത് എടുക്കാം. നോക്കി ഇത്ര ഓർത്തിരിക്കുക. എന്നിട്ട് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഒരു സംഭവം ഉണ്ട്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട് കേട്ടോ. സെൻട്രിപിറ്റലും ഉണ്ട്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഞാൻ മലയാളം എന്താ വെച്ച് കഴിഞ്ഞാല് നോക്കി അഭികേന്ദ്ര ബലം എന്നാണ് കേട്ടോ. അഭികേന്ദ്ര ബലമാണെങ്കിലാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ് കേട്ടോ. സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അഭികേന്ദ്ര ബലം എന്നാണ്. ഇനിയും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കി ഇനി അപകേന്ദ്ര ബലം ദിവസമാണ്. അപകേന്ദ്ര ബലമാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇപ്പൊ അറിയാവുന്നവർക്ക് അറിയായിരിക്കും. നോക്കി ഈ പറഞ്ഞിട്ടുള്ള അഭികേന്ദ്ര ബലം അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നല്ല ഓർത്തിരിക്കുക. സർക്കുലർ മോഷനകത്ത് വരുന്ന സംഭവമാണ് ഇത് രണ്ടെണ്ണവും. ഇനിയും ഈ അഭികേന്ദ്രം എന്നുള്ള ഓർത്തിരിക്കുക. സെൻട്രിപീറ്റൽ അല്ലെങ്കിൽ അഭികേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കുലർ മോഷനിൽ ഇരിക്കുന്ന ഒരു ബോഡിയെ ഈ പറഞ്ഞ സർക്കുലർ പാത്തിന്റെ സെന്ററിലോട്ട് പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് ആണ് എന്ത്? സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ അഭികേന്ദ്ര ബലം. എന്താണ് അഭികേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണെന്ന് ഓർത്തിരിക്കുക. ഇത് സർക്കുലർ മോഷനിലിരിക്കുന്ന ഒരു ബോഡിയെ അതിന്റെ ആ ഒരു പാത്തിന്റെ സെന്ററിലോട്ട് അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ അഭികേന്ദ്ര ബലം എന്ന് പറഞ്ഞാൽ. തെറ്റിക്കരുത്. ഈ പറഞ്ഞ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഡയറക്റ്റിംഗ് ഔട്ട്സൈഡ് സെന്റർ ആണ്. മറ്റെന്താണ്? സെന്ററിലോട്ട് അട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഈ പറഞ്ഞ ഒബ്ജക്റ്റിനെ ആ ഒറിജിനൽ അല്ലെങ്കിൽ ആ സെന്ററിൽ നിന്ന് വെളിയിലോട്ട് തള്ളുന്ന ആ ഒരു ടെൻഡൻസി അടങ്ങുന്ന ഫോഴ്സ് ആണെന്ത്? അപകേന്ദ്രം അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. തെറ്റിക്കരുത്. നോക്കി ഈ പറഞ്ഞിട്ടുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞിരിക്കും. ഒന്ന് പറയുമ്പോഴത്തേന് സർക്കുലർ റോഡിൽ കൂടെ വണ്ടി തിരിയുന്നത്. ഈ പറഞ്ഞിട്ടുള്ള സർക്കുലർ റോഡിൽ കൂടെ വണ്ടി തിരിയാൻ കാരണം സെൻട്രിപിറ്റൽ ഫോഴ്സ് കാരണമാണ്. അതുപോലെ തന്നെ പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നത് സെൻട്രിപിറ്റൽ ഫോഴ്സ് കാരണമാണെന്ന് ഓർത്തിരിക്കുക. തെറ്റിക്കരുത്. ഈ പറഞ്ഞ അപകേന്ദ്ര ബലത്തിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? നമ്മൾ ഈ പറഞ്ഞ സ്ട്രെയിറ്റ് റോഡിൽ പോയിക്കുന്ന വണ്ടി പെട്ടെന്ന് ലെഫ്റ്റ് എടുത്താൽ നമ്മൾ വെളിയിലോട്ട് പോകുന്ന പോലെ തോന്നത്തില്ലേ? അതെന്താണ്? അത് അപകേന്ദ്ര ബലം. ചില അതെന്ന് പറയുമ്പോൾ സെന്ററിന് വെളിയിലോട്ട് വരുന്ന ഫോഴ്സ് ആണ് അപകേന്ദ്ര ബലം. അഭികേന്ദ്രം സെൻട്രലോട്ട് ഡയറക്ട് ചെയ്തിരിക്കുന്നതാണ് എന്ത്? അഭികേന്ദ്ര ബലം. തെറ്റിക്കരുത്. ഈ കാറിന്റെ എക്സാമ്പിൾ തെറ്റിച്ചേക്കരുത്. നമ്മൾ ഈ പറഞ്ഞ വണ്ടി കറക്റ്റ് നമ്മൾ ടേൺ എടുക്കാൻ പറ്റുന്നത് പറഞ്ഞ് സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ അഭികേന്ദ്ര ബലം കാരണമാണ്. നമ്മൾ സ്ട്രെയിറ്റ് റോഡിൽ പോയിട്ട് ലെഫ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ വെളിയിലോട്ട് പോകുന്നത് കാരണം അത് അപകേന്ദ്ര ബലം കാരണമാണ്. നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള അതുപോലെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നൂല് വെച്ചിങ്ങനെ കറക്കത്തില്ലേ? കറക്റ്റ് നൂല് പിടിച്ചിങ്ങനെ കറക്കത്തില്ലേ? അപ്പൊ അത് കറക്റ്റ് സർക്കുലർ പാത്തിൽ പോകത്തില്ലേ? അതെന്താണ്? അതും അഭികേന്ദ്ര ബലത്തിന്റെ എക്സാമ്പിൾ ആണ് നോക്കിയിരിക്കുക. തെറ്റിക്കരുത്. അപ്പൊ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള അഭികേന്ദ്ര ബലവും അപകേന്ദ്ര ബലവും എന്നുള്ള സംഭവം. ഇനിയുള്ളൊരു സംഭവമാണ് എന്നുള്ളത് പ്രൊജക്ടൈൽ മോഷൻ എന്നൊരു സംഭവം ഉണ്ട്. എന്താണ്? പ്രൊജക്ടൈൽ മോഷൻ എന്നൊരു സംഭവം ഉണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ കാണുന്ന ഇത് പ്രൊജക്ടൈൽ മോഷൻ ആണ്.
നമ്മൾ റോക്കറ്റ് ഒക്കെ ലോഞ്ച് ചെയ്യുന്ന പ്രൊജക്ടൈൽ മോഷൻ ആണ് കേട്ടോ. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ കിടന്നു പോയി താപ്പോട്ടിരുന്ന സംഭവമാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുമ്പോഴത്തേന്. റോക്കറ്റ് ലോഞ്ചിങ്ങിന്റെ ട്രാജക്ടറി ഇത് ട്രേസ് ചെയ്യുന്ന പാത്താണ് ട്രാജക്ടറി എന്ന് പറയുന്നത്. നമ്മൾ റോക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ പ്രൊജക്ടൈൽ മോഷനിലാണ് ഈ സാധനം കടന്നു പോകുന്നത്. ജസ്റ്റ് ഓർത്തിരിക്കും, ഇവിടെ നമ്മൾ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്, റോക്കറ്റ് ഇവിടെ താപ്പോട്ട് വീഴും അല്ലേ. ഇതിനകത്ത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കുറെ ഇക്വേഷൻസേ ഉള്ളൂ, എല്ലാം കൂടെ ഒന്നും വേണമെന്നില്ല. ഒന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് മാക്സിമം പോകുന്ന ഹൈറ്റ് എന്താണ്, ഇതിന്റെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്താണ്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇത് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മലയാളം എനിക്ക് അറിയാൻ പാടില്ല, കാര്യം അത് ഈ പറഞ്ഞ മലയാളം ടെക്സ്റ്റ് ബുക്കിനകത്ത് 10 വരെ ടെക്സ്റ്റ് ഇല്ല കേട്ടോ. നോക്കി, ഇതിനകത്ത് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള സാധനം. ഈ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഈ ഫൈനൽ പൊസിഷൻ ഇതാണ് എന്ന് വിചാരിക്കുക. ഈ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഇതിന്റെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞത്. ഈ ഇനീഷ്യൽ പൊസിഷൻ തൊട്ട് ഈ ഫൈനൽ പൊസിഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഇതിന്റെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് മാക്സിമം ഹൈറ്റ് എന്നൊരു സംഭവം അതൊന്നും ചോദിക്കില്ല കേട്ടോ. എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, ഇതിനകത്ത് ഹൈറ്റിന്റെ ഒക്കെ ഇക്വേഷൻ ഉള്ളതാണ്. ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ആ ടെക്സ്റ്റിനകത്തുള്ള ഗ്രാമറ്റേഷൻ ടൈപ്സ് ഞാൻ കറക്റ്റ് പറഞ്ഞേക്ക്. നോക്കി, നമ്മളിപ്പോൾ 2 ഒബ്ജക്ട് വെച്ച് നേരിട്ട് 2 ഒബ്ജക്ട്സ് ആണ്. ഇതാണ് 2 ഒബ്ജക്ട്സ് വിചാരിക്കുക. കറക്റ്റ് സെന്ററിൽ വരണം കേട്ടോ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, കറക്റ്റ് സെന്റർ ആണ്, ഓർത്തിരിക്കുക. ഇനിയും ഈ പറഞ്ഞ 2 ഒബ്ജക്ട്സിന്റെ സെന്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് വിചാരിക്കുക. ഈ ഒബ്ജക്റ്റിന്റെ മാസ് ക്യാപിറ്റൽ എം, ഇതിന്റെ എം സ്മോൾ എമ്മും ആണെന്നുണ്ടെങ്കിൽ ഈ 2 ഒബ്ജക്ട്സ് തമ്മിലുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു എം എം ബൈ ഡി സ്ക്വയർ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 2 ഒബ്ജക്ട്സ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്, എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്? ഈ 2 ഒബ്ജക്ട്സിന്റെ മാസിന്റെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അതുപോലെ തന്നെ ഈ 2 ഒബ്ജക്ട്സിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് ഫിക്സിനുള്ള എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു എം എം ബൈ ഡി സ്ക്വയർ എന്നൊരു സംഭവം കേട്ടോ. ഇത് നമ്മൾ എഴുതുന്ന ഈ ജി ഉണ്ടല്ലോ, ഇതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നുള്ള സംഭവം. ഇതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നുള്ള സംഭവം. ഇതല്ല, ഇത് കുഞ്ഞു ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ള സംഭവമാണ്, അത് വേറെയാണ്. ഇത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നൊരു സംഭവമാണ്, നോത്തിരിക്കുക. അപ്പൊ നമ്മുടെ ഭൂമിക്ക് എന്ത് ടെൻഡൻസി ഉണ്ട്, നമ്മളെ ഫുള്ള് അതിന്റെ സെന്ററിലോട്ട് അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ അതാണ് ഈ പറഞ്ഞിട്ടുള്ള ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നൊരു സംഭവം. അതെന്ന് പറയുമ്പോൾ സെൻട്രിപീറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ അഫി കേന്ദ്ര ബലമാണ്, നോത്തിരിക്കുക. കാര്യം ഈ ഭൂമി നമ്മുടെ അതിന്റെ സെന്ററിലോട്ടാണ് വലിക്കുന്നത് അല്ലേ. അപ്പൊ ഓർത്തിരിക്കുക, ആ അട്രാക്ഷൻ സെന്ററിലോട്ട് ഡയറക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെൻട്രിപീറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ അഫി കേന്ദ്ര ബലം ആണ്, നോക്കിക്കുക. അഫി കേന്ദ്ര ബലത്തിന്റെ ഇക്വേഷൻ ആണ് ജി എം എം ബൈ ഡി സ്ക്വയർ അല്ലെങ്കിൽ ആർ സ്ക്വയർ. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോ ഞാൻ 2 ഒബ്ജക്ട് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം. നമ്മളിപ്പം ഇവിടെ നിൽക്കുകയാണ് നിങ്ങളെ, ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഭൂമിയുടെ സെന്റർ അല്ലേ. അപ്പൊ ഈ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് എന്ത് വരും നമ്മൾ? ഇത് കറക്റ്റ്, ഇത് റേഡിയസ് ഓഫ് എർത്ത് വരും കേട്ടോ. അപ്പൊ എന്ത് വരും? എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ എന്ന് വരും. ഇതില് ഒരു എം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോഴ്സ് ആണ്, നമ്മുടെ വെയിറ്റ് ആണ്, മാസ് ആണ്. മറ്റേത് എർത്തിന്റെ മാസ് ആണ്. ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് റേഡിയസ് ഓഫ് എർത്ത് ആണ്, നോക്കിയിരിക്കുക, തെറ്റിക്കരുത്. ഈ പറഞ്ഞിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വാല്യൂ പറഞ്ഞാൽ എന്താണ്? 6.67 ഇൻറ്റു 10⁻⁻11 ആണ് നോക്കിയിരുന്നത്. എന്താണ്? 6.67 ഇൻറ്റു 10⁻⁻11 ആണ് എന്ത്? ഈ പറഞ്ഞ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ അല്ലെ. ഇത് എന്താണ്? ഗുരുത്വാകർഷണ സ്ഥിരാംഗം എന്നാണ് കേട്ടോ. എന്താണ്? ഗുരുത്വാകർഷണ സ്ഥിരാംഗം എന്നുള്ളതാണ് ഈ പറഞ്ഞ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ മലയാളം. എന്താണ് ഇതിന്റെ വാല്യൂ? 6.67 ഇൻറ്റു 10⁻⁻11 ആണ് നോക്കിയിരിക്കണേ, തെറ്റിക്കരുത്. എന്തായിരിക്കും ഇതിന്റെ യൂണിറ്റ്? എന്തായിരിക്കും നോക്കിയാൽ ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ യൂണിറ്റ്. എന്തായിരിക്കും? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ കിലോഗ്രാം സ്ക്വയർ എന്നായിരിക്കും. എന്താണ് ഇവിടെ നിന്ന് എഴുതാമേ? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ എന്നുള്ളതാണ് എന്താ ഈ പറഞ്ഞിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ യൂണിറ്റ്. ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഇത് ഗുരുത്വാകർഷണ ബലത്തിന്റെ കേസ് ആണ്, തെറ്റിക്കരുത്. ഇത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇത് ഗുരുത്വാകർഷണ ത്വരണമാണ്, കുഞ്ഞു ജി. നമ്മൾ ഈ പറയുന്ന പോൾസിലും ഇക്വേറ്ററിലും വ്യത്യാസമാണെന്ന് പറയുന്ന ഈ കുഞ്ഞു ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഗുരുത്വാകർഷണ ത്വരണമാണ്, മറ്റേത് ഗുരുത്താകർഷണമാണ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ന് അറിഞ്ഞിരിക്കണം. രണ്ടും 2 സംഭവമാണെന്ന് അറിയണം കേട്ടോ. ഗുരുത്വാകർഷണ ബലം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് എർത്തിന്റെ സർഫസിൽ ഇരിക്കുമ്പോഴാണ്, തെറ്റിക്കരുത്. എർത്തിന്റെ സർഫസിൽ ഇരിക്കുമ്പോഴാണ്. ഞാൻ ഈ പറഞ്ഞ ഗുരുത്വാകർഷണ ബലത്തിന്റെ കേസാണ്.
കുഞ്ഞു ജി അല്ല. ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ മാക്സിമം എവിടെ ഇരിക്കുമ്പോഴാണ് വരുന്നത്? എർത്തിന്റെ സർഫസിൽ ഇരിക്കുമ്പോഴാണ്. ഇത് മേപ്പോട്ട് പോയാലും ഈ പറഞ്ഞ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കുറഞ്ഞാണ് വരുന്നത്. അതുപോലെ എർത്തിന്റെ സെന്ററിലോട്ട് വരുമ്പോഴും എന്ത് തന്നെയാണ്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കുറഞ്ഞാണ് വരുന്നത്. ഓർത്തിരിക്കുക, എർത്തിന്റെ സെന്ററിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. ജസ്റ്റ് ഓർത്തിരിക്കുക, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിന്റെ കേസാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ അല്ലാതെ ഈ പറഞ്ഞ ഇതെന്ന് പറയുന്നത് എന്താ 9.83 ആണ് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ഗുരുത്വാകർഷണ ത്വരണം. പോൾസിനോട് പോകുമ്പോഴത്തേക്ക് ഇതിന്റെ വാല്യൂ 9.83 ആണ്. ഇത് ഇക്വേറ്ററിൽ ഇരിക്കുമ്പോൾ 9.7 സംതിങ് ആണ്. എനിക്ക് ആർക്ക് തോന്നുന്നത് 9.7 സംതിങ് ഇവിടെ വരുന്നത് ഇക്വേറ്ററിൽ ഇരിക്കുമ്പോൾ ഉള്ള ജിയുടെ വാല്യൂ വരുന്നത് കുഞ്ഞു ജി ആണ്. നമ്മൾ ഈ പറഞ്ഞ ഗുരുത്വാകർഷണ ബലം എന്നുള്ള സംഭവം എന്താണ്? ഏറ്റവും കൂടുതലുള്ളത് എർത്തിന്റെ പ്രതലത്തിൽ ഇരിക്കുമ്പോഴാണ്. ഇത് മേപ്പോട്ട് പോകുമ്പോഴും കുറയും, താപ്പോട്ട് പോകുമ്പോഴും കുറയും. എർത്തിന്റെ സെന്ററിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയാണ്? 0 ആണെന്ന് ഓർത്തിരിക്കും. മനസ്സിലായല്ലോ അല്ലെ? തെറ്റിക്കരുത്. അപ്പൊ ഇതാണ് ജിയുടെ ഇക്വേഷൻ. ജിയുടെ കാര്യം മനസ്സിലായല്ലോ അല്ലെ? ഇത് കുഞ്ഞു ജി ആണ് കേട്ടോ, കുഞ്ഞു ജി ആണ്. നമുക്കറിയാം, ഒരു ബോഡി ഫ്രീ ഫോൾ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ജസ്റ്റ് താപ്പോട്ട് എന്താ കിട്ടുന്നത്? അതിനകത്തെന്ന് പറയുമ്പോൾ ഈ ഒരു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ഉള്ളത് കേട്ടോ. തെറ്റിക്കരുത്. എന്താണ് അതിൽ അനുഭവപ്പെടുന്ന ഒരേ ഒരു ആക്സലറേഷൻ ഈ പറഞ്ഞ ഗുരുത്വാകർഷണ ത്വരണം മാത്രമാണ് ഒരു ബോഡി ഫ്രീ ഫോളിൽ ഇരിക്കുന്ന ഒരു ബോഡിക്ക് നിർബാധം പതിക്കുന്നതെന്നാണ് തോന്നുന്നു കേട്ടോ മലയാളം. അതിനകത്തുള്ള ഒരു ബോഡി എന്താണ് അതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരേ ഒരു ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ കുഞ്ഞു ജി അല്ലെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് എന്ന് ഓർത്തിരിക്കുക. ഇങ്ങനെ പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞിട്ടുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൂണിൽ എത്രയാണ്? 1.62 m/s² ആണ് എന്ത് മൂണിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. തെറ്റിക്കരുത്. എന്താണ് 1.62 m/s² ആണ് മൂണിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നോക്കിയിരിക്കുക. എന്ന് പറയുമ്പോഴത്തേക്കിന് എർത്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ 1/6 ഉള്ളൂ കേട്ടോ. നമുക്കറിയാം 9.8ന്റെ 1/6 ആണ് ഈ പറഞ്ഞ 1.6 എന്ന് പറയുമ്പോഴത്തേന്. അപ്പോൾ ഓർത്തിരിക്കുക, മൂണിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എർത്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ 1/6 അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ഇവിടെ ഉള്ളതിന്റെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു അതാണ് ഈ പറഞ്ഞിട്ടുള്ള മൂന്നിലുള്ള ആക്സലറേഷൻ. വെയിറ്റും മാസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ മാസിന് മേലിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വരുമ്പം കിട്ടുന്നതാണ് എന്ത്? വെയിറ്റ് എന്ന് പറഞ്ഞാൽ. തെറ്റിക്കരുതാണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് വെയിറ്റ്. തെറ്റിക്കരുത്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത് ഈ ലാസ്റ്റ് ടോപ്പിക് ആണ് എന്ത്? നമുക്കറിയാം എസ്കേപ്പ് വെലോസിറ്റി ഒരു സംഭവമാണ്. പാലായന പ്രവേഗം അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എന്ന സംഭവം. 11.2 ആണ് കേട്ടോ. ഈ പറഞ്ഞിട്ടുള്ള ഗ്രാവിറ്റി എസ്കേപ്പ് ചെയ്യാനുള്ള വെലോസിറ്റി തന്നെയാണ്. ഈ പറഞ്ഞ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ എന്താണ് മറികടന്ന് ഒരു ഒബ്ജക്റ്റിന് വെളിയിൽ പോകാനുള്ള മിനിമം വേണ്ട വെലോസിറ്റി ആണ് എന്ത്? ഈ പറഞ്ഞിട്ടുള്ള എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ പാലായന പ്രവേഗം എന്ന് പറയുമ്പോൾ നമ്മൾ റോക്കറ്റ് ലോഞ്ച് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എസ്കേപ്പ് വെലോസിറ്റി സെറ്റ് ചെയ്തിട്ട് വിടത്തുള്ള കാര്യം. അതല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യത്തില്ല, ഇത് എർത്തിന്റെ ഇവിടെ നിന്ന് മേലോട്ട് പോകത്തില്ല, സർഫസ് ഒന്നും ക്രോസ് ചെയ്യത്തില്ല കേട്ടോ, അറ്റ്മോസ്ഫിയർ ക്രോസ് ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് പറഞ്ഞ എസ്കേപ്പ് വെലോസിറ്റി എന്നുള്ള സംഭവം. അപ്പൊ ഈ പറഞ്ഞ എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ എത്രയാണ്? 11.2 km/s ആണ് ഈ പറഞ്ഞ എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ പാലായന പ്രവേഗം നോക്കി. അപ്പൊ ഇത്രയുമാണ് ഞാൻ ഈ പറഞ്ഞ 3 ടോപ്പിക്കിനകത്തു നിന്നുള്ള സംഭവങ്ങൾ. ഇത്രയും ഉണ്ട്. ഇതൊക്കെ അറിഞ്ഞിരിക്കുക. ഇത് മാത്രമല്ല, എന്ത് പ്രോബ്ലം ചോദിച്ചാൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അത് ചെയ്യിക്കാത്തതിന് കാരണം ഇനി ചോദിച്ചില്ലെങ്കിൽ വെച്ചിട്ടാണ് നമുക്ക് വർക്ക് എനർജി പവറിനകത്തുള്ള പ്രോബ്ലംസ് ചെയ്യാമേ. അപ്പൊ ഇത്രയുമാണ് സംഭവം. ഇച്ചിരി ലെങ്തിയാണ് കാര്യം. ഇത് വേറൊരു വഴിയില്ല. കാര്യം ഞാൻ പറഞ്ഞു അറിയാവുന്ന കാര്യം ഒന്നുമില്ല, അല്ലാത്തവർക്ക് ഇത് മനസ്സിലാക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ സംഭവങ്ങൾ പഠിക്കുക. നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം എന്ന് നിർബന്ധമില്ല. പറഞ്ഞ 10ാം ക്ലാസ്സിലെ പിള്ളേരുടെയൊക്കെ ഗൈഡ് വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് വായിച്ചിട്ട് മതി കേട്ടോ. കാര്യം 3 മാർക്കാണ് ഫിസിക്സിനുള്ളത്. പക്ഷെ 3 മാർക്ക് കിട്ടും. ആ ടെക്സ്റ്റ് കറക്റ്റ് സിലബസ് പോലെ അറിയാൻ 3 മാർക്ക് കിട്ടുമൊന്നുമില്ല. അപ്പോൾ ഓർത്തിരിക്കുക, ഇത്രയാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. താങ്ക് യു സോ മച്ച്.